Good morning everyone. Welcome to Adda247 Malayalam channel. This is Rindu Sebastian and welcome to the Hindu editorial analysis of 21st May 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയല്ലേ, 8 minutes ലേറ്റ് ആയി. എനിവേസ് നമുക്ക് സമയം കളയണ്ട, നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. ആർട്ടിക്കിളിൽ ഏതൊക്കെയാണ് വൊക്കാബ് വന്നിരിക്കുന്നത് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആർട്ടിക്കിൾ അനലൈസ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നല്ലോ എല്ലാവരും? ഉഷാറല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് എന്തായാലും ആർട്ടിക്കിളോട്ട് പോകാം അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ആർട്ടിക്കിളിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന 2 ആർട്ടിക്കിളുണ്ട്, പക്ഷേ അതിൽ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആർട്ടിക്കിളിലെ കോട്ട്. ഇഫ് യു ഗെറ്റ്, ഇന്നത്തെ കോട്ട് ഫോർ ദ ഡേ ആണ്, ഇഫ് യു ഗെറ്റ് ടയേർഡ് ലേൺ ടു റെസ്റ്റ് നോട്ട് ക്വിറ്റ്. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ചില സമയത്ത് ഒരു പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഫ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, ഒരുപാട് സമയം എടുക്കുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? വി ഗെറ്റ് ടയേർഡ്. ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡാവും, മടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി നിർത്തിയിട്ട് പോയേക്കാം. പലരും ചെയ്യുന്ന കാര്യം എന്താണ്? ചെയ്ത് കുറേ നാളായി, ഞാൻ മടുത്തെങ്കിൽ ഞാനങ്ങ് ഇട്ടിട്ട് പോയേക്കാം എന്ന് നമ്മൾ വിചാരിക്കും. സോ റിമെമ്പർ, ഡോണ്ട് ക്വിറ്റ്. നമുക്കൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് മടുപ്പ് തോന്നിയെങ്കിൽ ടേക്ക് എ ടൈം ഓഫ്, ടേക്ക് എ ബ്രേക്ക്. അല്ലാതെ നമ്മൾ ക്വിറ്റ് ചെയ്ത് പോരുത്. ടേക്ക് സം ടൈം, റെസ്റ്റ് ആൻഡ് ദെൻ കം ബാക്ക്. പിന്നെ എന്നിട്ട് വീണ്ടും തുടങ്ങുക. അങ്ങനെ ചെയ്യുക. അല്ലാതെ ഒരിക്കലും ഒരു കാര്യം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ടയർഡായി നിർത്തിയിട്ട് പോവാം. അങ്ങനെ ഒരു പരിപാടി ചെയ്യരുത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈഫിൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ക്വിറ്റ് ചെയ്യാൻ പാടില്ല. വി ഹാവ് ടു ടേക്ക് ടൈം ഓഫ് എടുക്കുക, ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് തിരിച്ചു വരിക. ഓക്കെ, ദാറ്റ്സ് മൈ മെസ്സേജ് ഫോർ യു ടുഡേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കണ്ട. അതുപോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ. ആപ്പിൽ ഫ്രീ ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതുകൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊന്ന് പരിഗണിക്കണം. കാരണം ഒരുപാട് ഫ്രീ ക്ലാസ്സസ് ഉണ്ട്, SSC, ESIC, അതുപോലെ കേരള PSC ഒക്കെ. അപ്പോൾ അതൊന്ന് മറക്കാതിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ പേര് KPSC ഷോർട്ട് സെലക്ഷൻ ആണ്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിളിലോട്ട് വരാം അല്ലേ. ഇന്ന് 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. നമ്മളതിൽ ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിളിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെലക്റ്റഡ് ആർട്ടിക്കിലോട്ട് പോകട്ടോ. എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണിത്. കേരള PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ESIC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, UPSC എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ. ലെറ്റ്സ് ഗെറ്റ് സം ജനറൽ അവയർനെസ് അല്ലേ. ജനറൽ അവയർനെസ് കിട്ടും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ആൻഡ് വൊക്കാബ് ആൻഡ് ഗ്രാമർ പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ ഇന്ന് 2 ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ആർട്ടിക്കിൾ ഈസ് ഓൾ അബൌട്ട് നമ്മുടെ GST, അതിന് വേണ്ടിയിട്ടുള്ള കോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ, ഒരു ടൈംലി ഇൻ്റർവെൻഷൻ, കോർട്ട് ഇടപെടണം, ഇല്ലെങ്കിൽ നമ്മുടെ ടാക്സിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ ഉണ്ട്. ഫിനാൻസിൻ്റെ ഒരു ആർട്ടിക്കിളാണ് ആൻഡ് ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യും. 2ാമത്തെ ആർട്ടിക്കിൾ കോർട്ടിന് റിലേറ്റഡ് ആണ്, ലോ റിലേറ്റഡ് ആണ്. പക്ഷെ പ്രശ്നം അവിടെ എന്താ വെച്ചാൽ അവിടെ കുറച്ചുകൂടി ഒരു എന്താ പറയുക, റിലീജിയസ് കൊണോട്ടേഷൻ വരുന്നുണ്ട്, പൊളിറ്റിക്കൽ കൊണോട്ടേഷൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ മോസ്കിൻ്റെ ഒരു ഇഷ്യൂ അല്ലേ. ഇത് ഒരുപാട് നാൾ മുമ്പുള്ളതാണ് ഈ മോസ്കിൻ്റെ ഇഷ്യൂ. അതിന് മുമ്പ് അയോധ്യ ഡിസ്പ്യൂട്ട്, അങ്ങനെ ഒരുപാട് ഡിസ്പ്യൂട്ടുകളുണ്ട് റിലീജിയസ് ഇത് വെച്ചിട്ട്. അപ്പോൾ അത് മൈനോറിറ്റീസിനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, മൈനോറിറ്റീസിനെതിരെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിയാക്കുന്നു. അത് അവസാനം ഇലക്ഷൻ അത് യൂസ് ചെയ്യുന്നവർ, പൊളിറ്റിക്കലി അത് യൂസ് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ മാത്രം നടന്നു വരുന്ന കുറച്ച് പ്രത്യേക ഒരു ചടങ്ങുകളാണത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു വിടുക ആൻഡ് യു വിൽ ഗെറ്റ് എൻ ഇൻസൈറ്റ് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് അത് ഡിസ്കസ് ചെയ്യുന്നില്ല. വിൽ ഡീൽ വിത്ത് ദ ഫിനാൻസ് ആർട്ടിക്കിൾ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട. നമുക്ക് ലെറ്റ്സ് മൂവ് ടു ദി ഇഡിയംസ്, ഫ്രേസസ് അല്ലേ. എല്ലാത്തിലോട്ടും പോവാം. ആദ്യം അറ്റ് ലെങ്ത്. ഒരുപാട് തവണ നമ്മുടെ ഗ്രാമർ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഇഡിയമാണ് അറ്റ് ലെങ്ത്. എന്താണ് അറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? വിശദമായിട്ട് അല്ലേ. നമ്മൾ പറയല്ലേ, ഓക്കെ ലെറ്റ് മീ സീ ദിസ്, ഓർ ലെറ്റ് മീ സീ ടു ഇറ്റ്, ഓർ ലെറ്റ് മീ ഡിസ്കസ് ഇറ്റ് അറ്റ് ലെങ്ത്. ഞാനൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പറയാം അല്ലേ. ഐ ടെൽ യു ഇറ്റ് ആഫ്റ്റർ ഐ ഡിസ്കസ് ഇറ്റ് അറ്റ് ലെങ്ത്. ഞാനൊന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം പറയാം എന്ന് പറയും. അപ്പോൾ നോക്കിയേ, അറ്റ് ലെങ്ത്തിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ഇൻ ഡീറ്റെയിൽ, വിശദമായിട്ട് എന്നാണ് അർത്ഥം. അറ്റ് ലെങ്ത് ഓർത്ത് വെച്ചോണേ. അറ്റ് ലെങ്ത് മീൻസ് ഇൻ ഡീറ്റെയിൽ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആസ് യൂഷ്വൽ വേർഡാണ് അല്ലെങ്കിൽ ഫ്രീസാണ് സെറ്റ് അപ്പ്. സെറ്റപ്പ് ചെയ്യുക മീൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ദാറ്റ് ഇസ് സെറ്റപ്പ് അല്ലേ. അതാണ് സെറ്റപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം. ആൻഡ് അടുത്ത നോക്കിയേ, പരിചയമുള്ളത് തന്നെയാണ്, പേ ദ വേ ഫോർ സംതിങ് ഓർ സംബഡി. ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വഴിയൊരുക്കുക എന്ന് പറയില്ലേ. ദാറ്റ് മീൻസ്
മേക്ക് ഇറ്റ് ഈസിയർ ഫോർ സംബഡി ഓർ സംതിങ്. ഒരു കാര്യം ഒരാൾക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി വഴിയൊരുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വരാൻ പോകുന്ന കാര്യമോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ആൾക്കോ എളുപ്പമാക്കി കൊടുക്കണം, പരിപാടി എളുപ്പമാക്കി കൊടുക്കണം. മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ദാറ്റ് പേഴ്സൺ ഓർ മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ദാറ്റ് തിങ്. അതിനെയാണ് പേ ദ വേ ഫോർ സംതിങ് ഓർ സംബഡി എന്ന് പറയാം. പരിചയമുള്ളതാണ്, പുതിയതൊന്നുമല്ല. അടുത്തൊന്നും പരിചയമുള്ളതാണ്. ബ്രിങ് അബൌട്ട്. ബ്രിങ് അബൌട്ട് നമ്മൾ കേട്ട് പരിചയമുണ്ട്, ഫ്രേസ് അല്ലേ? നമ്മൾ എന്നും കേൾക്കുന്ന വാക്ക് ഫ്രേസ് തന്നെയാണ്. സംതിങ് ദറ്റ് ബ്രിങ്സ് അബൌട്ട് സംതിങ് അല്ലെ? എന്തെങ്കിലും ഒരു കാര്യത്തിന് വഴിയൊരുക്കുന്നു. സെയിം വേ കോസ് ചെയ്യുന്നു, കാരണമാകുന്നു. ബ്രിങ് അബൌട്ട് ചെയ്യാൻ കാരണമാവുക അല്ലെ? ബ്രിങ് അബൌട്ട് മീൻസ് കാരണമാവുക, കോസ് അല്ലെ? ബി എ കോസ് ഫോർ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു കാരണമാവുക. അതിനാണ് ബ്രിങ് അബൌട്ട് എന്ന് പറയാം. ഓർത്ത് വെച്ചോളാം. ഓക്കെ, അടുത്തത് വിസവി. ഞാൻ നിങ്ങളോട് പറഞ്ഞത് വിസവി ഓർമ്മയുണ്ടോ? ഇത് ഒരു ഫോറിൻ ഫ്രേസ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിരുന്നു. വിസവി, വൈസവി, വിസ് ഒന്നുമല്ല ഇത് പറയുന്നത്. ഇറ്റ്സ് വിസവി. വിസവി എന്നാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. സോ വിസവി മീൻസ് വിത്ത് റിഗാർഡ് ടു, ഇൻ റിലേഷൻ ടു സംതിങ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം. സെയിം മീനിങ് ആണ്, ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അല്ല അങ്ങനെ പറ്റില്ല. അറ്റ് ലെങ്ത് വിദ്യ. ഓക്കെ, അത് ഇതാക്കി. ഓക്കെ, ബിഫോർ ഡൂയിങ് സംതിങ് തിങ്ക് അറ്റ് ലെങ്ത്. ഓക്കെ, തിങ്ക് ഇൻ ഡീറ്റെയിൽ. ദാറ്റ്സ് എ ഗ്രേറ്റ് വൺ. യെസ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, അടുത്തത് ഹാൻഡ് ഓവർ. ഹാൻഡ് ഓവർ ചെയ്യുക, ഹാൻഡ് ഓവർ ദ ഡോക്യുമെന്റ്സ് ടു ദി അതോറിറ്റി. ആ ഡോക്യുമെന്റ്സ് അതോറിറ്റിക്ക് കൊടുക്കുക അല്ലേ? അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ദ പോലീസ് ഹാൻഡ് ഓവർ ദ ക്രിമിനൽ ടു ദി കോർട്ട് അല്ലെ? അല്ലെ കൾപ്രിറ്റ്, പോലീസ് ഹാൻഡഡ് ഓവർ ദ കൾപ്രിറ്റ് ടു ദി കോർട്ട്. കോർട്ടിനോട് കൈമാറി. ഇനി പോലീസിന്റെ ഉത്തരവാദിത്തമല്ല, കോർട്ടിന്റെ ഉത്തരവാദിത്തമാണ് ആ കൾപ്രിറ്റിന്റെ കാര്യത്തിൽ തീരുമാനമാക്കുക. അങ്ങനെ പറയില്ലേ? സോ ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ പാസ് റെസ്പോൺസിബിലിറ്റി ടു സംബഡി എൽസ്. നമ്മുടെ കയ്യിലുള്ള ഉത്തരവാദിത്തം, നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തം നമ്മൾ വേറൊരാളുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്, അവരിലോട്ട് പാസ് ചെയ്യാണ്. അതിനെ നമ്മൾ പറയും ഹാൻഡ് ഓവർ ചെയ്യാം. യു നോ ഇറ്റ് അല്ലേ? ഇത് പുതിയതായിട്ട് പഠിക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ അറ്റ് ലെങ്ത്തും പഠിച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ലെങ്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടല്ല എഡിറ്റോറിയൽ വരുന്നത്. എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്, ഒരു തവണ എങ്ങാണ്ട് വന്നിട്ടുണ്ട്. സി, ഇവിടെ എല്ലാം പഴയത് തന്നെയാണ്. അറ്റ് ലെങ്ത്, സെറ്റപ്പ്, pave the way for somebody or something, bring about, vis-a-vis and hand over. ഓർത്ത് വെച്ചോണം കേട്ടോ. കാരണം നമ്മൾ ഇത് തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. ഇതിൻ്റെ ഇന്ന് കുറച്ച് അധികം ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ഉണ്ട്. അതാ ഇത്ര സമയം എനിക്ക് താമസിച്ചത്. അപ്പോൾ എനിക്ക് ടൈം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് താമസിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോയിട്ട് അടുത്ത ഇഡിയംസ് ആൻഡ് എക്സ്പ്രഷൻസ് കൂടെ നോക്കാം. ബിഫോർ ദാറ്റ് ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ്. ഇന്ത്യ ഹാസ് ബീൻ മോണിറ്റേർഡ് at length in China's construction on Pangong KSO bridge. ഇന്ത്യ മോണിറ്റർ ചെയ്യപ്പെട്ടു എന്നാണോ ഹരി ഉദ്ദേശിച്ചേ? അതോ ഇന്ത്യ ഹാസ് മോണിറ്റേർഡ് അറ്റ് ലെങ്ത് എന്നാണോ? അതോ ഇന്ത്യയെ മോണിറ്റർ ചെയ്തു എന്നാണെങ്കിൽ ഇറ്റ്സ് റൈറ്റ്. പാസിവൈസേഷൻ ആ ഹരി ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യ ഹാസ് ബീൻ മോണിറ്റേർഡ് ആണെങ്കിൽ ഇന്ത്യ മോണിറ്റർ ചെയ്യപ്പെട്ടു എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? ഇന്ത്യ ഹാസ് മോണിറ്റേർഡ്, ഇന്ത്യ എന്തോ മോണിറ്റർ ചെയ്തു, എന്തോ ഒരു കാര്യം മോണിറ്റർ ചെയ്തു എന്നാണെങ്കിൽ അതിന് ബീനിൻ്റെ ആവശ്യം ഇല്ല. ഇല്ലെങ്കിൽ ബീൻ ഇത് കറക്റ്റ് സെൻറ്റൻസ് ആണ്. ഐ എം ആസ്കിങ് യു ദ മീനിങ് കേട്ടോ. രശ്ന, ഈ SSIയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും. സൈറ്റിൽ പോയിട്ട് നോക്കിയാൽ മതി കേട്ടോ. സൈറ്റിൽ പോയിട്ട് നോക്കിയാൽ മതി, കിട്ടും. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി SSO പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. SSO എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ പാറ്റേൺ ഇത്രയാണ്. മെമ്മറി ബേസ്ഡാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ, മെമ്മറി ബേസ്ഡാണ്. കാരണം ഓൺലൈൻ അല്ലേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ല, ജസ്റ്റ് മെമ്മറി ബേസ്ഡ് ആയിരിക്കും. അപ്പം സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അങ്ങനെയുള്ളൂ. അപ്പോൾ നമ്മുടെ Adda247 തന്നെ ഒഫീഷ്യൽ ചാനലുണ്ട്. നമ്മുടെ മെയിൻ ചാനൽ, റീജിയണൽ ചാനൽ അല്ലാതെ മെയിൻ ചാനലുണ്ട്. അവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ബാങ്കിങ്ങിൻ്റെ SBI ലെവൽ, IBPS ലെവൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും രശ്നയ്ക്ക് അത് ഹെൽപ്ഫുൾ ആട്ടോ. സോ യു മേക്ക് യൂസ് ഓഫ് ദാറ്റ്. മാം ആ ടീച്ചിങ് അറ്റ് ലെങ്ത് ഇൻ ഇംഗ്ലീഷ് പ്രോ ക്ലാസ്. അത് ഓക്കെ, ഇപ്പം എനിക്ക് സെറ്റ്. വിദ്യ, യെസ്, റൈറ്റ്, ഗ്രേറ്റ്. Thank you so much as well. We have discussed the matter at length. Great, Divya, great. Supreme Court handed over the case to District Court. Yes, all right, great. My parents paved the way for my studies. Okay. Supreme Court hand over Nyanvapi case to Varanasi District Church. ഇതാണ് നമ്മൾ ഇത് പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ. യെസ്, ഓക്കെ. ഹാസ് ആണല്ലോ, ആണ്. ഓക്കെ, ആക്റ്റീവ് വോയിസിലാണല്ലേ. അപ്പോൾ അത് കറക്റ്റ്, നീ പറഞ്ഞ കറക്റ്റ്. അതാണ് ഞാൻ ചോദിച്ചത്. ക്രൈം ബ്രാഞ്ച് ഹാൻഡ് ഓവർ ദ കേസ് ടു CBI. എപ്പോഴും നടക്കുന്ന കാര്യമാണല്ലോ അല്ലേ. യെസ്. അപ്പോൾ ഇന്ത്യ ഹാസ് മോണിറ്റേർഡ് അറ്റ് ലെങ്ത് ഇൻ ചൈനാസ് കൺസ്ട്രക്ഷൻ ഓൺ പാങ്കോങ്. ഓക്കെ, ഇൻ ചൈനാസ് കൺസ്ട്രക്ഷൻ, ഓൺ ചൈനാസ് കൺസ്ട്രക്ഷൻ കേട്ടോ. അവിടെ ഒരു തിരുത്തുള്ളുണ്ട് ഹരി. ചൈനയുടെ കൺസ്ട്രക്ഷനെ പറ്റി
എന്ത് ചെയ്യുവാണ്, അതിനെ മോണിറ്റർ ചെയ്യാണ്. ഓൺ സംതിങ്, മോണിറ്ററിങ് ഓൺ സംതിങ്, മോണിറ്ററിങ് ഇൻ അല്ല, മോണിറ്ററിങ് ഓൺ സംതിങ് കേട്ടോ. സൂപ്പർവിഷൻ അല്ലേ. അപ്പോൾ എബൌട്ട് സംതിങ് അല്ലെങ്കിൽ ഓൺ സംതിങ്, അല്ലെങ്കിൽ എബൌട്ട് കൊടുത്തോ കുഴപ്പമില്ല, എന്തൊരു കാര്യത്തെ എബൌട്ട് സംബഡീസ് സംതിങ് എന്ന് പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഓർക്കാം. വി നീഡ് ടു സ്റ്റഡി അറ്റ് ലെങ്ത്. യെസ്, വി നീഡ് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ. PSC published 10th level print syllabus at length. At lengthly അല്ല, ലെങ്ത്ലി അല്ല താഹിറ, അറ്റ് ലെങ്ത് ആണ്, അത് കറക്റ്റ്. അറ്റ് ലെങ്ത് കേട്ടോ. ഇൻ ഡീറ്റെയിൽ അറ്റ് ലെങ്ത് കറക്റ്റാ, അറ്റ് ലെങ്ത്ലി അല്ല. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്തോട്ട് പോട്ടെ, നെക്സ്റ്റ് സെറ്റിലോട്ട് പോട്ടെ. യെസ്, ഞാൻ പറഞ്ഞില്ല ഇതുപോലെ തന്നെ ഇനിയും ഉണ്ടെന്ന്. സ്റ്റാറ്റസ് കോ, നമ്മൾ പറയില്ലേ സ്റ്റേറ്റസ് കോ. വാട്ട് ഇസ് സ്റ്റേറ്റസ് കോ? ശരിക്കും പറഞ്ഞാൽ ഇതും ഫോറിൻ ഫ്രേസ് ആണ്, ഇതും നമ്മുടെ ലാറ്റിൻ ഫ്രേസ് ആണ്. നമുക്കറിയാം അത് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഇപ്പം നടന്നുകൊണ്ട് പോയിരിക്കുന്ന പൊളിറ്റിക്കൽസ്, അതുപോലെ തന്നെ എക്കണോമിക്കൽ, റിലീജിയസ്, അങ്ങനെയുള്ള എല്ലാ അവസ്ഥകൾക്കും നമ്മൾ പറയും സ്റ്റാറ്റസ് കോ. ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താ അല്ലേ? വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് കോ? അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റസ് കോ എന്നൊക്കെ പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അക്കോർഡിംഗ് ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയില്ലേ, അങ്ങനെ. പിന്നെ ഹോൾഡ് വാട്ടർ. ഹോൾഡ് വാട്ടർ ഒരു ഫ്രേസ് ആണ്, അല്ലെങ്കിൽ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണെന്ന് പറയാം. ഹോൾഡ് വാട്ടർ. യുവർ സ്റ്റേറ്റ്മെന്റ് ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ. എന്താണെന്നറിയില്ല, നിന്റെ സ്റ്റേറ്റ്മെന്റിനൊരു ഉറപ്പില്ലല്ലോ. ഇറ്റ് ഡസ് നോട്ട് അപ്പിയർ ടു ബി വാലിഡ്, റീസണബിൾ ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഹോൾഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളം കെട്ടി നിൽക്കുക എന്നല്ല കേട്ടോ. ഹോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? അത് വാലിഡ് ആയിട്ട് തോന്നുക, അതാണ് ഹോൾഡ് വാട്ടർ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഹോൾഡിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് വാലിഡ്, അത് വാലിഡ് ആയിട്ട് തോന്നുന്നില്ല എന്നാണ് അർത്ഥം. ഇഫ് ഇറ്റ് ഹോൾഡ്സ് വാട്ടർ, അവിടെ പോസിറ്റീവ് സെൻസ് നമ്മൾ പറയും ഇറ്റ് അപ്പിയേഴ്സ് ടു ബി വാലിഡ് എന്നർത്ഥമാണ്. സോ ഹോൾഡ് വാട്ടർ ഓർത്ത് വെക്കുക. ആൻഡ് ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, അടുത്തത് സ്ട്രൈക്ക് ഡൗൺ. സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്ട്രൈക്ക് ഡൗൺ, എസ്പെഷ്യലി ലീഗൽ ടേംസിൽ സ്ട്രൈക്ക് ഡൗൺ എന്ന വാക്കിൻ്റെ അർത്ഥം അനൽ ചെയ്യുക അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, ഇല്ലാണ്ടാക്കുക. അതാണ് ഒരു നിയമമൊക്കെ അനൽ ചെയ്യുക അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് സ്ട്രൈക്ക് ഡൗൺ. വേറൊരു സ്ട്രൈക്ക് ഡൗൺ ഞാൻ പറഞ്ഞായിരുന്നു. അല്ലാതെ നമ്മൾ സ്ട്രൈക്ക് ഡൗൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന് വേറെ മീനിങ് ഉണ്ട്, കില്ല് ചെയ്യുക, ഒരാൾ അടിച്ച് വീഴ്ത്തുക, നിലത്തടിച്ച് വീഴ്ത്തുക, അത് സ്ട്രൈക്ക് ഡൗൺ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം സ്പോർട്സിൽ സ്ട്രൈക്ക് ഡൗൺ എന്ന് വേറൊരു വാക്ക് കൂടി ഉണ്ട്, ഫ്രേസ് ഉണ്ട് അല്ലേ, അതുകൂടെ ഓർത്ത് വെച്ചോളാം. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് വെൽ. Soldiers were ordered to hand over their guns. All right, that's great. As a woman scholar, she paved the way for more women to work in a traditionally male-dominated field. Great. Ravi set up... Tinsy set up dalla. ഞാൻ പറഞ്ഞില്ലേ, ഇന്നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേർബ് ഏതാ? സെറ്റാണ്, അപ്പല്ല. അപ്പ് ഇസ് പ്രിപ്പോസിഷൻ. അപ്പ് പ്രിപ്പോസിഷനും അഡ്വേർബും ആണ്. അഡ്വേർബ് ആയാലും പ്രിപ്പോസിഷൻ ആയാലും അതിനെ നമുക്ക് എന്നും നമ്മളൊന്ന് ആലോചിക്കുക, ടെൻസ് അനുസരിച്ച് മാറുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, ദാറ്റ് ഇസ് വേർബ്. വേർബിന് മാത്രമേ ടെൻസ് അനുസരിച്ച് മാറ്റം വരുള്ളൂ. സബ്ജക്റ്റ് പോലും മാറൂല. സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് വേണം മാറിക്കോളൂ, സബ്ജക്റ്റ് ഒന്നും മാറിക്കൊടുക്കൂല. അങ്ങനെയല്ലേ? ഒരു സബ്ജക്റ്റ് മാറുമോ ഇതിന് വേണ്ടിയിട്ട്? വേർബിന് വേണ്ടി മാറുമോ? ഇല്ല. ടെൻസ് അനുസരിച്ച് മാറുന്ന ഒരേ ഒരു പാർട്സ് ഓഫ് സ്പീച്ചേ ഉള്ളൂ, ദാറ്റ് ഇസ് വേർബ്. അപ്പോൾ സെറ്റപ്പ് എന്ന് പറയുന്നതിൻ്റെ സെറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? സെറ്റ് തന്നെയാണ്. സോ ഇങ്ങനെ കൊടുത്താൽ മതി. രവി സെറ്റപ്പ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഡ്യൂ ടു ഹെൽത്ത് ഇഷ്യൂസ് ഹി ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹിസ് സൺ. അവിടെ ഒബ്ജക്റ്റ് വേണം കേട്ടോ. ഹി ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹിസ് സൺ. ഓക്കെ, സെറ്റപ്പിന്റെ പാസ്റ്റ് ടെൻസ് സെറ്റപ്പ് തന്നെ കേട്ടോ. ഹിസ് സ്പീച്ച് ബ്രോട്ട് അബൌട്ട് ടു ഗോ ഓൺ ഹെർ സ്റ്റഡീസ്. കോസ്റ്റ് ടു ഗോ ഓൺ. കോസ്റ്റ് എന്ത്? ബ്രോട്ട് അബൌട്ട് വാട്ട്? brought about change, brought about the information, brought about the decision to go for her studies. അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റ് വേണം ബ്രോട്ട് അബൌട്ടിലൂടെ. ബ്രോട്ട് വാട്ട് അത് നിർബന്ധമാണ് കേട്ടോ, ഒരു ഒബ്ജക്റ്റ് ഇല്ലാതെ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ ട്രാൻസിറ്റീവ് വേർബ്. യെസ്, നോക്കട്ടെ. A new home has been established by construction workers. Great. The recent Nyanvapi case may pave the way for religious dispute. Yeah, അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാതെ അത് വായിക്കാതിരിക്കാനുള്ള കാരണം. The last minute inquiry at length paved the way for his personal life. Okay, your story just doesn't hold water. Yeah, അത് തന്നെ. നീ പറയുന്ന ഒന്നും അങ്ങ് ശരിയാവുന്നില്ലല്ലോ അല്ലേ? The court instructed the government to maintain the status quo at the hostile area. Great. Higher court always set up status quo, existing affairs. Okay, all right. Status quo act in religious monuments passed in 1947. Great. Going through a major physical change can bring about a plethora of feelings. Yes, it can. Police strike down അല്ലേ രമ? സ്ട്രൈക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താണെന്നറിയോ? സ്ട്രക്ക്. ഇന്ന് ശരിക്കും സെന്റൻസ് ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ക് എന്നൊരു യൂസേജാണ്. SEUCK
STRUCK, struck. Past tense V2 V3. സ്ട്രൈക്കിന്റെ പാസ്റ്റ് ടെൻസ് സ്ട്രക്ക്. കേട്ടോ. അടുത്ത റേക്ക് അപ്പ് കേട്ടോ ഇതുവരെ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത് റേക്ക് അപ്പ് എന്ന ഫ്രേസൽ വേർബ്. റേക്ക് അപ്പ് മീൻസ് മേക്ക് നോൺ. ഒരർത്ഥം മേക്ക് നോൺ, അതായത് പുറത്ത് അറിയിക്കുക, എല്ലാവരും അറിയിക്കുക, റേക്കപ്പ് ചെയ്യുക. റേക്കപ്പ് മീൻസ് അറിയിക്കുകയാണ് ചെയ്യുന്നത്. മേക്ക് നോൺ, മേക്ക് പബ്ലിക് എന്നർത്ഥം. കേട്ടോ. മേക്ക് നോൺ ഓർ മേക്ക് പബ്ലിക്, മറ്റുള്ളവരെ അറിയിക്കുക, പുറത്തു കൊണ്ടുവരിക. ദാറ്റ് ഇസ് മേക്ക് നോൺ ഓർ മേക്ക് പബ്ലിക് എന്നൊരർത്ഥമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ അർത്ഥം ടോക്ക് അബൌട്ട് പാസ്റ്റ് മെമ്മറി. എന്തോ ഒരു കഴിഞ്ഞ കാര്യമാണ്, കഴിഞ്ഞൊരു കാര്യത്തെ പറ്റി നമ്മൾ സംസാരിക്കുക, വീണ്ടും അതിൻ്റെ ഓർമ്മകൾ എന്താ പറയുക കുത്തി കൊണ്ടുവരിക, എന്താ പറയുക, നമ്മളെ കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ റിമൈൻഡർ. അപ്പം ഇന്നത്തെ ഈ ഞാൻ ബബി കേസിനെ പറ്റി പറയുമ്പോൾ പഴയ ഒരുപാട് ഡിസ്പ്യൂട്ട് ഇങ്ങനെ കുത്തി പൊക്കുന്നുണ്ട്. അതിനെപ്പറ്റി ദിസ് ഈസ് റേക്കിംഗ് അപ്പ് ഓർ ദിസ് റേക്ഡ് അപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പറയണം. ആർട്ടിക്കിൾ ഉള്ളതാ റേക്കപ്പ് എന്ന വാക്ക്. അടുത്തത് ഫിഗ് ലീഫ്. ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫിഗ് ലീഫ്. ഫിഗ് ലീഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഡിമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഫിഗ് ലീഫ് ആണെന്ന് പറഞ്ഞാൽ സംതിങ് ദറ്റ് കവേഴ്സ് എ ഡിസോണസ്റ്റ് തിങ്. വളരെ നമുക്ക് നാണംകേട് ഉണ്ടാക്കുന്ന എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ഒന്നെങ്കിൽ ഡിസോണസ്റ്റ് തിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എംബാരസിങ് തിങ് ആയിരിക്കും. നമ്മളെ വല്ലാണ്ട് എന്താ പറയുക, വല്ലാണ്ടൊരു നാണം കെടുത്തുന്ന, എംബാരസിങ് ആക്കി, ഇറ്റ് ബ്രിങ്സ് എംബാരസ്മെന്റ് ടു അസ്. നാണം കെടുത്തുന്ന എന്തോ കാര്യമുണ്ട്, അതിനെ നമ്മൾ കവർ ചെയ്ത് വെക്കുന്നു. സംതിങ് എംബാരസിങ് ഓർ സംതിങ് ഡിസോണസ്റ്റിങ് ഇസ് ബീങ്, ആ എന്തൊരു കാര്യത്തെ നമ്മൾ മറച്ചു വെക്കുകയാണെങ്കിൽ, വെയിൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെ, അതിന് നമുക്ക് ഇത് പറയാം ഫിഗ് ലീഫ് എന്ന് പറയാം. അതിനെയാണ് ഫിഗ് ലീഫ്. ഇറ്റ് ഈസ് നോട്ട് എ ഫിഗ് ലീഫ്. ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് എ ഫിഗ് ലീഫ്. ഇതൊരു ഫിഗ് ലീഫ് ആയിട്ട് നീ കാണണ്ട, അതായത് നീ ഒരു മറയായിട്ട് ഇത് കാണണ്ട എന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിഗ് ലീഫ്. കേട്ടോ, ഓർത്ത് വെച്ചോളാം. വി ടോക്ഡ് അബൌട്ട് ഇറ്റ് ഏർലിയർ, ഐ ഗെസ്. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ പോലീസ് സ്ട്രൈക്ക് ഡൗൺ വരും, പോലീസ് സ്ട്രക്ക് ഡൗൺ ദ കേസ് ദാറ്റ് ഇറ്റ് ഡസൻ ഹോൾഡ് വാട്ടർ. ഓക്കെ. His family financial status quo is very bad. All right, that's right. The students should hand over their required documents for the admission purpose. Great. Farmers protest lead allalo farmers protest. Farmer inde protest singular ആണ്. protest singular ആവുമ്പോൾ singular verb കൊടുക്കുക. leads to സ്ട്രൈക്കിംഗ് ഡൗൺ. ആ ലീഡ്സ് ടു എന്താ, ടു ഇൻഫിനിറ്റീവ് അല്ല, ലീഡ്സ് ടു സ്ട്രൈക്കിംഗ് ഡൗൺ ഓഫ് സെൻട്രൽ ഇനാക്ട്മെന്റ്. സ്ട്രൈക്കിംഗ് ഡൗൺ ഓഫ് സെൻട്രൽ ഇനാക്ട്മെന്റ്സ്. ഓക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, പാസ്റ്റൻസ് കൊടുത്താലും കുഴപ്പമില്ല. ലെഡ്, LED ലെഡ്, LED ലെഡ് അല്ല, അത് ദാറ്റ് ഈസ് ലീഡ്. മറ്റേ ലെഡ് മറ്റേ മെറ്റൽ ലെഡാ. അപ്പോൾ LED പാസ്റ്റൻസ് ആണ്, LED ലെഡ്. ഓക്കെ. അപ്പം എങ്ങനെ കൊടുക്കണം ആരതി? ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് led to, LED led ആണെങ്കിൽ led to striking down of central enactments. Newspaper reports provide the status quo of Narendra Modi's visit. All right. The point given by the advocate in the court was what? Was holding water. Was valid ആണെങ്കിൽ holding water. അത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മതി. The point given by the advocate in the court held water. past tense held water അല്ലെങ്കിൽ holds water. പാസ്റ്റൻസ് കൊടുത്തില്ലെങ്കിൽ പ്രസൻസ് കൊടുത്തോ. ആ വോസ് ഉണ്ടെങ്കിൽ നിധി നമ്മളെ ഇംഗ്ലീഷ് പ്രോ കോഴ്സിൽ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബി ഫോമുലേഷൻ്റെ കൂടെ ഒരിക്കലും V1 ഉപയോഗിക്കില്ല. വോസ് ബി ഫോമുലേഷനാണ്, അതിൻ്റെ കൂടെ V1 ഹോൾഡ് ഉപയോഗിക്കില്ല. ഒന്നെങ്കിൽ ഹോൾഡിങ് ING ഫോം കൊടുത്തു, വോസ് ഹോൾഡിങ്, അല്ലെങ്കിൽ V3 ഫോം കൊടുക്കണം. ഇവിടെ V3 ഫോം കൊടുക്കാൻ പറ്റില്ല, ഇത് പാസീവ് അല്ല. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം, ആ വോസം കട്ട് ചെയ്യുക, ഹോൾഡ്സ് വാട്ടർ, എന്നിട്ട് ഹോൾഡ്സ് വാട്ടർ കൊടുക്കുക. ഓക്കെ, അതാണ് ഡിഫറൻസ്. യെസ്, ഹോൾഡ് വാട്ടർ ഒന്നുകൂടെയോ. ഹോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അത് വാലിഡ് ആണ്, അപ്പിയേഴ്സ് വാലിഡ് എന്നാണ് ഹോൾഡ് വാട്ടറിന്റെ അർത്ഥം. അപ്പിയർ വാലിഡ്. ഓക്കെ, അതായത് വാലിഡ് ആയിട്ട് തോന്നപ്പെടുന്നു എന്നാണ് ഹോൾഡ് വാട്ടർ എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ അതിന്റെ നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ ഇറ്റ് ഡസൻ ഹോൾഡ് വാട്ടർ എന്ന് പറയും. ഹോൾഡ് ആണ് ഇവിടുത്തെ വേർബ് ആയിട്ട് വരിക. അപ്പോൾ ഹോൾഡ് ആകുമ്പോൾ ഹോൾഡഡ്, ഹോൾഡിങ്, അങ്ങനെ വേർബ് ഫോമുലേഷൻ മാറ്റണം. ഇറ്റ്സ് എൻ ഇഡിമാറ്റിക് എക്സ്പ്രഷൻ. കേട്ടോ താഹിറ. ഹി റേക്ക് അപ്പ് അബൌട്ട് ദ ഹെയ്നസ് മർഡർ. ഹി റേക്ക് അപ്പ് അല്ല, ഹി റേക്സ് അപ്പ്. ദേവിക, റേക്ക് പ്രസന്റൻസ് അല്ലേ, റേക്സ് പ്രസന്റൻസ് അല്ല, I mean V1 അല്ലേ. ഹി എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് അല്ലേ, വേർബ് സിംഗുലർ കൊടുക്കണം. ഹി റേക്സ് അപ്പ്. അല്ലെങ്കിൽ റേക്ഡ് അപ്പ്, പാസ്റ്റൻസ് ആണെങ്കിൽ റേക്ഡ് അപ്പ് കൊടുക്കുക. കേട്ടോ, അങ്ങനെ കൊടുക്കാം. During our reunion at the school, we raked up our past funny incidents. Right, great. I'm always raking up my, അല്ലേ, ഓൾവേസിൻ്റെ കൂടെ നമ്മൾ ശരിക്കും റേക്ക കൊടുക്കുക. അപ്പം ഇത് വേണ്ട, I am വേണ്ട, I കൊടുത്തു. I always rake up my golden memories.
I always rake up my golden memories കൊടുത്തു. Politicians uses the power as a fig leaf to hide their cracks. Okay. High Court ordered the prosecution to rake up evidence against actor Dilip. All right, that's right. Let's see what excuse you can rake up this time. Okay, all right. Okay. Rake up this time. അത് ഇവിടെ യൂസ് തെറ്റാവുമല്ലോ. Let's see what excuse you can. മേക്കപ്പ് ആ അർത്ഥമല്ല ഇത്. അത് വേറെ മേക്കപ്പ് കൊണ്ടുവരിക, പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള അർത്ഥമല്ല. ഇവിടെ റേക്കപ്പ് അതിന് സ്യൂട്ടബിൾ ആവില്ല. റേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നെങ്കിൽ നമ്മളൊരു പഴയ കാര്യത്തെ പറ്റി ഒയവെറുക്കുക, അല്ലെങ്കിൽ അത് പുറത്തോട്ട് കൊണ്ടുവരിക. വെൻ ആർ വി മേക്കിംഗ് സംതിങ് പബ്ലിക്, എന്തെങ്കിലും ഒളിച്ചു കിടക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പുറത്തോട്ട് കൊണ്ടുവരിക എന്നാണ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ മീനിങ് ഇവിടെ സ്യൂട്ടാവില്ല കേട്ടോ. ദിവ്യ അതൊന്ന് ശ്രദ്ധിക്കണേ. അസസിനേഷൻ ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ഹാവ് ബീൻ റെഗ്ഡ് അപ്പ് സംവൺ. ഹാവ് ബീൻ റെഗ്ഡ് അപ്പ് മതി. സംവൺ വേണ്ട, ബൈ സംവൺ ആണ്. ആരോ കൊണ്ടുവന്നു എന്നല്ലേ, അപ്പോൾ ബൈ സംവൺ ആണ്. ബൈ സംവൺ, നോട്ട് സംവൺ എന്നല്ല, ബൈ സംവൺ. ഓക്കെ. ഗവൺമെന്റ് സ്ട്രക്ക് ഡൗൺ ദ ലോക്ക്ഡൗൺ. ഓക്കെ, ക്യാൻസൽഡ്. CBI റേക്കപ്പ് അല്ല, അത് സിംഗുലർ ആണ്. CBI വിനു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ബ്യൂറോ സിംഗുലർ ആണ്, അപ്പോൾ CBI സിംഗുലർ അല്ലേ, അപ്പോൾ റേക്സ് അപ്പ് അല്ലെങ്കിൽ റേക്ഡ് അപ്പ് ദ ഫിഗ് ലീഗ് ഓഫ് പോലീസ് ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ. Politicians are under developmental activities as a fig leaf for corruption. Yes. Anna Tinsy, great. Okay. Welcome to the club. Adibali. Secularism is a fig leaf that covers the nakedness of their obstructive politics. Okay. Veto ഉണ്ട്. Rake up in veto ഉണ്ട്. Rake up, raked up. Sorry, C le raked up. V2 V3 raked up ആണ്. ഓക്കെ യെസ്. അപ്പം അടുത്തോട്ട് പോട്ടെ. നെക്സ്റ്റ് ഇപ്പം തന്നെ ഒരുപാട് ഇഡിയംസ് ആയില്ലേ, നമുക്ക് നേരെ നമ്മുടെ എവിടേക്ക് പോകാം, നമ്മുടെ മറ്റ് വേർഡ്സിലോട്ടോ. വി ഹാവ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് വേർഡ്സ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം അല്ലേ, അതിലോട്ട് നമുക്ക് പോകാം. ഓക്കെ. സോ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട് നമ്മുടെ മഹാപാക്കുകൾക്കും ടെസ്റ്റ് സീരീസിനും. അപ്പോൾ നിങ്ങൾ ഒരു ബാങ്ക് എക്സാമിൻ്റെ ആസ്പിരൻ്റ് ആണോ, അല്ലെങ്കിൽ ESIC എക്സാമിൻ്റെ ആസ്പിരൻ്റ് ആണോ, എങ്കിൽ നമുക്ക് ടെസ്റ്റ് സീരീസ്, ബാങ്കിങ്ങിൻ്റെ ടെസ്റ്റ് സീരീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ 599 നിങ്ങൾക്ക്, അതായത് 600 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ ടെസ്റ്റ് സീരീസ് കിട്ടും. 100 ടെസ്റ്റുകളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്താ വെച്ചാൽ ഓൺലൈനായിട്ട് തന്നെയാണ് എക്സാം. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആ സ്പീഡ് ആൻഡ് ആക്യുറസി കൂട്ടണമെങ്കിൽ ശ്രദ്ധിച്ചോണം. സ്പീഡ് ആൻഡ് ആക്യുറസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ബാങ്ക് എക്സാംസിന്. അതുപോലെ തന്നെ ESIC എക്സാംസ്, ഇൻഷുറൻസ് എക്സാംസ് ഒക്കെ സ്പീഡിൽ വെച്ചിട്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഇതിനെ ടാക്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ടൈം ലിമിറ്റിലുള്ള ഓൺലൈൻ ടെസ്റ്റ് സീരീസാണ് നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചേക്കാൻ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് കണ്ടന്റ് പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വേണ്ട. എക്സ്പീരിയൻസ്ഡ് ആൻഡ് സീനിയർ ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ, അവരാണ് ഈ ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ യു ക്യാൻ ഓൾവേസ് ലുക്ക് അറ്റ് ഇറ്റ്, ടേക്ക് ഇറ്റ്, ധൈര്യമായിട്ട് എടുക്കാം, ഒരു പേടിയും വേണ്ട. 100% നിങ്ങൾക്ക് അഷുറൻസോടെ എടുക്കാൻ പറ്റുന്നൊരു ടെസ്റ്റ് സീരീസ് പാക്കാണ് കേട്ടോ. SBI Clerk 2022 പാക്ക് വരുന്നത്. 100 ടെസ്റ്റുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പാക്ക് എടുക്കാം. കോഡ് ഉപയോഗിക്കാം Y314, Y314 എന്ന കോഡ് ഉപയോഗിക്കാം. മഹാപാക്കും അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. അപ്പോൾ 6 മാസത്തേക്കാണ്, 1 മാസത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. അതാണ് 6 മാസം 1 വർഷത്തേക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ. അപ്പോൾ അത് അവൈലബിൾ ആണ്, അതവിടെ ഉണ്ടാവും, നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവും once you purchase. ഓക്കെ, അത് ഓർത്ത് വെച്ചോളാം. സോ ലെറ്റ്സ് മൂവ് ടു അവർ വേർഡ്സ്. മറ്റ് വേർഡ്സിലോട്ട് പോകാം. ആദ്യത്തെ വാക്ക് ടൈംലി. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അഡ്ജക്റ്റീവ് അഡ്വേർബ് പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു LY വാക്കുകൾ എല്ലാം അഡ്വേർബുകളല്ല അല്ലേ. ഒരുപാട് ഒരു 80% LY വാക്കുകളെല്ലാം അഡ്വേർബാണ്. പക്ഷേ LY വാക്കുകളുള്ള അഡ്ജക്റ്റീവും ഉണ്ട്. നോക്കിയേ, ലൈക്ലി, ടൈംലി കണ്ടിട്ടില്ലേ, ഫ്രണ്ട്ലി ഒക്കെ. ടൈംലി, ടൈം എന്ന നൗണിൻ്റെ കൂടെ LY ഇട്ട് കൊടുത്തു, അഡ്ജക്റ്റീവ് കിട്ടി. ടൈംലി മീൻസ് ഓപ്പർച്യൂൺ, കറക്റ്റ് ടൈം, ആപ്പ് ടൈമാ, പ്രോംപ്റ്റ് ആണല്ലോ. നിന്റെ ഒരു ടൈമിങ് എന്ന് പറയില്ലേ. സോ ടൈംലി ഇന്റർവെൻഷൻ ഓഫ് ദ കോർട്ട് കറക്റ്റ് സമയത്ത് ഇടപെട്ടു, ടൈംലി ഇന്റർവെൻഷൻ എന്നൊക്കെ പറയില്ലേ. സോ സോറി. അപ്പോൾ ടൈംലി എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്പർച്യൂൺ, കറക്റ്റ് ടൈം, പ്രോംപ്റ്റ് അല്ലെങ്കിൽ വെൽ ടൈംഡ്, ടൈമിങ് സെറ്റാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടൈംലി ഓർത്ത് വെച്ചോളാം കേട്ടോ. ടൈംലി അഡ്ജക്റ്റീവ് ആണ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ. അടുത്തത് കൺസീലിയേറ്ററി അഡ്ജക്റ്റീവ് ആണ്. അഗൈൻ കൺസീലിയേറ്ററി മീൻസ് കൺസീൽ ചെയ്യിപ്പിക്കാം അല്ലേ, റിക്കൺസൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, കൺസീലിയേഷൻ ഒക്കെ കേട്ടിട്ടില്ലേ, നൗണ്. അതായത് സമാധാനപ്പെടുത്തുക. പ്ലക്കേറ്ററി, അപ്പീസിങ്, പാസിഫൈയിങ്. കൺസീലിയേറ്ററി എന്ന് പറഞ്ഞാൽ വളരെ സമാധാനപരമായിട്ടുള്ള. പ്ലക്കേറ്ററി, അപ്പീസിങ്, പാസിഫൈയിങ് എന്നാണ് കൺസീലിയേറ്ററി. കൺസീലിയേറ്റ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത്. കൺസൈൽ ചെയ്യുക, റിക്കൺസൈൽ ചെയ്യുക, കൺസൈൽ ചെയ്യുക, അങ്ങനെയൊക്കെ അർത്ഥം.
ഓക്കെ, വാഗ്മി ശ്രീകുട്ടി അല്ലേ, സോറി ശ്രീകുട്ടി. മീഡിയാസ് റേക്ക് അപ്പ് ദ ഇതല്ല, മീഡിയാസ് പറയില്ല, മീഡിയം എന്ന് പറയുന്ന സിംഗുലറിന്റെ പ്ലൂറലാണ് മീഡിയ. അപ്പൊ പിന്നെ വീണ്ടും മീഡിയാസ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ, അത് നൗണിന്റെ തെറ്റാ. മീഡിയ റേക്ക് അപ്പ് ദ ഫിഗ് ലീഫ് ഓഫ് ഗവൺമെന്റ്, കറക്റ്റ്. അത് മീഡിയാസ് വേണ്ട. ടീച്ചർ സ്ട്രക്ക് മൈ ആൻസേഴ്സ് ഡൗൺ ഇൻ ദ എക്സാം. സ്റ്റക്കല്ല രേവതി, സ്ട്രക്ക്, STRUCK അല്ലേ. ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്തു എന്ന് പറയില്ലേ, അപ്പൊ നമ്മൾ സ്ട്രക്ക് ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. അതാ past tense. Stuck is different. സ്റ്റക്കായി, ഞാനിവിടെ സ്റ്റക്കാണ്, ദാറ്റ്സ് ഡിഫറെന്റ്. അല്ല, കുടുങ്ങി കിടക്കുക, ദാറ്റ്സ് ഡിഫറൻസ്. അടുത്ത ഡിലമ. നമുക്കറിയാം ഡിലമ എന്ന് പറഞ്ഞാൽ വളരെ പെർപ്ലെക്സിറ്റി ആണ്. വി ഡോണ്ട് നോ വാട്ട് ടു ഡു. എൻ്റെ അമ്മയെ കൺഫ്യൂഷൻ അങ്ങേയറ്റം. ദാറ്റ് ഇസ് ഡിലമ കേട്ടോ. ഡിലമ എന്ന് പറഞ്ഞാൽ യു ആർ ഇൻ എ പെർപ്ലെക്സ്ഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, ക്വാൻഡറി എന്ന് പറഞ്ഞാൽ പെർപ്ലെക്സിറ്റി എന്നാണ് അർത്ഥം. പെർപ്ലെക്സിറ്റി, ക്വാൻഡറി, കൺഫ്യൂഷൻ അല്ലെ, പ്രെഡിക്കമെന്റ്, വല്ലാത്തൊരവസ്ഥ അല്ലെ, പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥ ഈസ് പ്രെഡിക്കമെന്റ്. ദാറ്റ് ഇസ് പ്രെഡിക്കമെന്റ്. ഡിലമയിലാണ്. ഐ എം ഇൻ എ ഡിലമ, ഐ എം ഇൻ എ പ്രെഡിക്കമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു അവസ്ഥയിൽ പെട്ടുകിടക്കാടാ, അതാണ് അർത്ഥം. പെർപ്ലെക്സിറ്റി അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഓർ ഡിഫിക്കൽറ്റി. ഓർത്തോണം കേട്ടോ, ഡിഫിക്കൽറ്റി ആയിക്കോട്ടെ, പ്രെഡിക്കമെന്റ് ആയിക്കോട്ടെ, ക്വാൻഡറി ആയിക്കോട്ടെ, ഇതൊക്കെ ഡിലമയുടെ മീനിങ്സ് ആണ്. ഓൾറൈറ്റ്. അടുത്തത് പ്രൊനൗൺസ് ചെയ്യുക. നമ്മൾ നോർമലി പ്രൊനൗൺസിയേഷന്റെ പ്രൊനൗൺസ് എന്ന വാക്ക് വെക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ, വ്യക്തമായിട്ട് ഉച്ചരിക്കുക അല്ലെ, പ്രൊനൗൺസ് ക്ലിയർലി, എനൻസിയേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം അല്ലെ. ഇനൻസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പ്രൊനൗൺസ് ചെയ്യുക എന്നാണ് അർത്ഥമാണ് കേട്ടോ, പ്രൊനൗൺസ് ചെയ്യുക അല്ലെ. പ്രൊനൗൺസിയേഷന്റെ പക്ഷെ പ്രൊനൗൺസിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ, അനൗൺസ് ചെയ്യുക ഒരു കാര്യം. ഇപ്പൊ കോർട്ട് പ്രൊനൗൺസ് എന്ന വാക്കാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും കോർട്ട് പ്രൊനൗൺസ് എന്നല്ല, കോർട്ട് അനൗൺസ് ചെയ്യാന്നല്ല പറയാ. അനൗൺസിന്റെ അതേ അർത്ഥമാണ് പ്രൊനൗൺസിനും, സെയിം മീനിങ്, ഡിക്ലെയർ ചെയ്യുക, ക്ലെയിം ചെയ്യുക കേട്ടോ. പ്രൊനൗൺസ് എന്ന വാക്കിന് അനൗൺസ് എന്ന അർത്ഥമുണ്ട്, ഡിക്ലെയർ എന്ന അർത്ഥമുണ്ട്, പ്രൊക്ലെയിം എന്ന അർത്ഥമുണ്ട്. അതായത് ലിറ്ററലി മീനിങ്ങിൽ അല്ലാതെ ലിറ്ററൽ ആയിട്ട് നമ്മൾ ഇതിനെ പറയും. ഇപ്പോൾ നമുക്ക് സേ പറയുക ഓർ ഇനൻസിയേറ്റ് ചെയ്യുക, ക്ലിയർ ആയിട്ട് പറയുക ഒരു കാര്യം, ഇനൻസിയേറ്റ് ചെയ്യുക എന്നർത്ഥമുണ്ട് കേട്ടോ. ഇനൻസിയേറ്റ്, സേ എന്നൊക്കെ അർത്ഥമുണ്ട്. പ്രൊനൗൺസിയേഷന്റെ ആ മീനിങ്. അല്ലാതെ പ്രൊനൗൺസ് എന്ന വാക്ക് നമ്മൾ ഫോർമലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അനൗൺസ് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ പ്രൊക്ലെയിം ചെയ്യുക. ഓർത്ത് വെച്ചോളൂ എന്ന ആർട്ടിക്കിൾ വരുമ്പോൾ നിങ്ങളത് കാണാം. അടുത്തത് ഫ്രൈറ്റ്, FREIGHT. ഫ്രൈറ്റ് എന്ന വാക്ക് നൗൺ ആയിട്ട് വേർബായിട്ട് ഉപയോഗിക്കാം. ഫ്രൈറ്റ് എന്നൊക്കെ നിങ്ങൾ ഈ ലോറിയൊക്കെ പോകുമ്പോഴല്ലേ, ലോറി തന്നെ, എസ്പെഷ്യലി ലോഡുമായിട്ട് പോകുന്ന ലോറിയുടെ മുകളിൽ ഇങ്ങനെ കാണാം ഫ്രൈറ്റ് എന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രൈറ്റ് എന്നോ ഹോൾ, HAUL, ഹോൾ, ലോഡ്, കാർഗോ എന്ന അർത്ഥം. ലോഡ്, കാർഗോ എന്നൊക്കെയാണ് അർത്ഥം. ഇതിന്റെ മുമ്പിൽ നിങ്ങൾ ആ പോകുന്ന വണ്ടിയുടെ ലോറിയുടെ മുമ്പിൽ ഉണ്ടാവും, ലോറിയുടെ മുമ്പിലല്ല അതിന്റെ സൈഡിൽ കേട്ടോ, ഞാൻ ഉദ്ദേശിക്കുന്ന സൈഡിൽ കൂടി ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഹോൾ, HAUL, ഫ്രൈറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് കാർഗോ, ലോഡ് എന്നൊക്കെ അർത്ഥം, നൗണാ. പിന്നെ വേർബായിട്ട് നമുക്ക് അതിന് ഉപയോഗിക്കാം. കാർഗോ എങ്ങനെ നമ്മളൊന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിന്റെ വേർബൽ യൂസേജ് കൊണ്ട് അതിന് അതേപോലെ തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, വേർബായിട്ടും നൗൺ ആയിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ഫ്രൈറ്റ്. നൗൺ ആയിട്ടും വേർബായിട്ടും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. സോ കാർഗോ, ലോഡ് എന്നുള്ള അർത്ഥം, അല്ലാതെ ട്രാൻസ്പോർട്ട്, ക്യാരി എന്നൊക്കെ അർത്ഥം കൂടെ ഉണ്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, യെസ്, ലെറ്റ് മീ സീ യുവർ സെന്റൻസസ്. ഓക്കെ, വന്നില്ല ദിവ്യ, വന്നിട്ടില്ല, വരും ഈ ആഴ്ച. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ആഴ്ചയാണ്. വി ആർ ആന്റിസിപ്പേറ്റിംഗ് ദിസ് വീക്ക്. ഈ ആഴ്ച, അതായത് ഈ ആഴ്ച മീൻസ് ഈ ആഴ്ച ഇനിയിപ്പോൾ ഇന്നല്ലേ, മറ്റേ ആഴ്ച, അതായത് മൺഡേ മുതലുള്ള ആഴ്ച. അതാണ് നമ്മുടെ ടൈം. എന്താണെന്നറിയില്ല, വൈകുന്നത് എന്താണെന്നറിയില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? ദെൻ ഇറ്റ്സ് ഓക്കെ. പോലീസ് അറൈവ് ടൈംലി ആൻഡ് കോട്ട് ദ അക്യൂസ്ഡ്. ഗ്രേറ്റ്. അല്ലല്ലോ, യോ പറ്റില്ല. സോറി, അത് പറ്റില്ല. കാരണം അറിയോ, ടൈംലി അഡ്ജക്റ്റീവ് അല്ലല്ലോ, അറൈവ്ഡ് നൗ വേർബാ. വേർബിനെ ക്വാളിഫൈ ഇങ്ങനെ, അങ്ങനെയാണ് അത് മാറ്റി എഴുതണം. പോലീസ് അറൈവ്ഡ് ഓൺ ടൈം ആൻഡ് കോട്ട് ദ അക്യൂസ്ഡ്. അല്ലെങ്കിൽ ടൈംലി അറൈവൽ ഇങ്ങനെ കൊടുക്കാം. ടൈംലി അറൈവൽ ഓഫ് പോലീസ് കോട്ട് ദ അക്യൂസ്ഡ്. കേട്ടോ, ഇങ്ങനെ കൊടുത്തോ. ടൈംലി അറൈവൽ ഓഫ് പോലീസ് കോട്ട് ദി അക്യൂസ്ഡ്. അതാണ് അയാളെ പിടിച്ചതിന് കാരണമായത് കേട്ടോ. അങ്ങനെ കൊടുക്കും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഇറ്റ്സ് ഓക്കെ രേവതി. Your letter came as a timely reminder that we need to arrange a meeting. Great, Divya, great. Honorable Court announced state authorities to remove poll. Yes. Russia and Ukraine should devise conciliatory meeting to avoid dilemma. Yeah, great. The government of Kerala is in dilemma due to the KPSC project. Yes, I'm in a dilemma whether to do maths or English. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാം.
അതെപ്പോഴും നമുക്ക് എക്സാമിന് കയറുമ്പോൾ തോന്നൂല ആദ്യം മാത്സ് എടുക്കണോ അതോ ഇംഗ്ലീഷ് എടുക്കണോ എന്ന്. കൊള്ളാം. What do you pronounce that all languages have equal penchant, liking, fondness? Yes. Mother's lullaby can conciliate her baby. Okay. After high school, I was in dilemma to select course. My father pronounced to take B.Tech. Okay. I'm in a mental dilemma. All right. I'm in അവിടെ ഒന്നെങ്കിൽ അപ്പസ്ട്രോഫി കൊടുക്കുക അല്ലെങ്കിൽ ഐ ആം എന്ന് കൊടുക്കണം കേട്ടോ. ഐ ഒരിക്കലും സ്മോൾ ലെറ്റർ കൊടുക്കില്ല, ഒരിക്കലും കേട്ടോ, ഒരിക്കലും സ്മോൾ ലെറ്ററിൽ നമ്മൾ ഐ കൊടുക്കില്ല. ഒന്ന് ശ്രദ്ധിച്ചോണം. Alright. Yes. അടുത്ത സെറ്റിലോട്ട് പോവാണ്. അതിന് മുമ്പ് ഹരി പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നില്ല പിള്ളേരെ? ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ട് ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് കാണിക്കേണ്ടത്? ലൈക്ക് ചെയ്യുക. പകുതി പേര് പോലും ലൈക്ക് ചെയ്തില്ല. ഇതാണ് ഹരി പറഞ്ഞത്. കറക്റ്റാ. ഒരു സ്നേഹമില്ലല്ലോ ഹരി, ഇവർക്ക് സ്നേഹമില്ലെന്ന്. കൊള്ളാം. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വേർഡ്സിലോട്ട് പോവാം. അടുത്ത വേർഡ് ഇതാ, അൺടെനബിൾ. അൺടെനബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻഡിഫെൻസിബിൾ ആണ്, നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്താ പറയാ, എന്റെ ഭാഗം എനിക്കൊന്ന് ന്യായീകരിക്കാൻ പറ്റില്ല. അൺആർഗ്യൂബിൾ, ഇൻഡിഫെൻസിബിൾ, അൺആർഗ്യൂബിൾ, ഇൻസപ്പോർട്ടബിൾ, സപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതിനാണ് അൺടെനബിൾ എന്ന് പറയാം. ഇൻഡിഫെൻസിബിൾ, അൺആർഗ്യൂബിൾ, ഇൻസപ്പോർട്ടബിൾ എന്ന് പറയും. ഓക്കെ. അതുപോലെ തന്നെ ലെവി നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കും. നമ്മൾ ഒരുപാട് തവണ പറയുന്നത് ലെവി മീൻസ് ടാക്സ് അല്ലെങ്കിൽ താരിഫ് അല്ലേ? ലെവി ചെയ്യുക മീൻസ് ടാക്സ് ഇമ്പോസ് ചെയ്യുക, ചാർജ് ചെയ്യുക. ഓക്കെ, പഠിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്ത വാക്ക് ഈസ് സബ്സ്യൂം. വലിയ കമ്പനിക്കാരെല്ലാം ചെറിയ കമ്പനീസിനെ, വലിയ കമ്പനീസ് ചെറിയ കമ്പനീസിനെ സബ്സ്യൂം ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? അബ്സോർവ് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക, കണ്ടെയ്ൻ ചെയ്യുക, ഒരു ഇതിലോട്ട് എടുക്കുകയാണ്, സബ്സ്യൂം ചെയ്തെടുക്കുക. അബ്സോർവ് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുക എന്നാണ് ഈ പറഞ്ഞ സബ്സ്യൂം എന്ന വാക്കിന്റെ അർത്ഥം. ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സബ്സ്യൂം. അടുത്തത് പെർസ്വേസീവ്. നമ്മൾ ഒരാളെ പെർസ്വേഡ് ചെയ്യുന്ന, പുഷ് ചെയ്യുന്ന എപ്പോഴാ? എന്തൊരു കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പെർസ്വേഡ് എന്ന വേർബിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് പെർസ്വേഡ്. വേർബ് പെർസ്വേഷൻ ആണ് നൗൺ. പെർസ്വേസീവ് എന്ന് പറഞ്ഞാൽ കൺവിൻസിങ്, എഫക്റ്റീവ്. അത് നല്ലൊരു റിസൾട്ട് കാണാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ടാണ് കൺവിൻസിങ്, എഫക്റ്റീവ്. ഓ ഗോഡ്, അത് മാറിപ്പോയല്ലോ. കൊജന്റ് അല്ല, അതിന് വേറെ എന്തോ ആണ് എൻ്റെ മീനിങ്. ഞാൻ എഴുതിയപ്പോൾ എന്തോ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ഏതാ നോക്കട്ടെ, തെറ്റ് പഠിപ്പിച്ച് വെച്ചാൽ ശരിയാവത്തില്ലല്ലോ. ഏതോ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. ഓ ആണ് കേട്ടോ, കൊജന്റ് തന്നെയാണ് കേട്ടോ. ഇറ്റ്സ് കൊജന്റ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ കൃത്യമായിട്ട് നോക്കി പറയാം. കൊജന്റ് തന്നെയാണ്, മാറിപ്പോയതല്ല. കൊജന്റ് തന്നെയാണ് കേട്ടോ. ഇറ്റ്സ് കോജന്റ്. യെസ്, ഇറ്റ്സ് കോജന്റ്. കോജന്റ് മീൻസ് ഇതുപോലെ തന്നെയാണ് അർത്ഥം, കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ? വളരെ എന്താ ലോജിക്കലായിട്ട് ക്ലിയർ ആയിട്ട് കൺവിൻസിങ് ആയിട്ടൊരു കാര്യമാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് കോജന്റ്. കോജന്റ്, എഫക്റ്റീവ്, കൺവിൻസിങ് എന്നർത്ഥം. കോജന്റ് പുതിയതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ്. ആൻഡ് ഇറ്റ്സ് ന്യൂ ടു മീ ആസ് വെൽ. ഓക്കെ, അടുത്ത് നോക്കിയാൽ എഡിഫിസ്. എഡിഫിസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ. എന്തെങ്കിലും ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം, കോംപ്ലക്സ്, ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടൊരു സിസ്റ്റമാണ് എങ്കിൽ യു ക്യാൻ സേ എഡിഫിസ് എന്ന് പറയാം. ബിൽഡിംഗ് ആയിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സിസ്റ്റം ആയിക്കോട്ടെ, യു ക്യാൻ സേ ദാറ്റ് ഇസ് എഡിഫിസ്. എഡിഫിസ് എന്ന വാക്ക് കേട്ട് ഓർത്താവാൻ മതി. ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണ്. ആ കോംപ്ലക്സ് സിസ്റ്റം, എസ്പെഷ്യലി കോംപ്ലക്സ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആണ്. നമ്മുടെ വിശ്വാസങ്ങളുടെ ഒരു കോംപ്ലക്സ് സിസ്റ്റം ഉണ്ടല്ലോ, അതിനെയാണ് എഡിഫിസ് എന്ന് പറയാം. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. യാ, her death anticipated him to be in a dilemma. Okay. Rindu ma'am's timely classes is improving our language skill gradually. Great, that's great. I'm so happy for you. His timely approach saved her life from an accident. Yes, great. ഒരു ലൈക്ക് എൻ്റെ അല്ലെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. SBI subsumed SBT. യെസ്, അത് നമ്മൾ ഓർമ്മയുണ്ടല്ലേ? ട്രാവൻകൂർ ബാങ്കുകളൊക്കെ SBIയുടെ കീഴിലോട്ട് വന്നു. യെസ്. All the indirect taxes existed in India subsumed under the banner of destination-based tax, that is DST. Yes. Honey, hi, welcome. കുറെ നാളായല്ലോ കണ്ട്. അനി ഇങ്ങനെയാ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നു പോലെ, ഇടയ്ക്കിടയ്ക്ക് തല കാണിച്ചിട്ട് പറയും ഞാനിവിടെ ഉണ്ട് എന്ന് കാണിച്ചിട്ടല്ല, പരിചയം പുതുക്കിയിട്ട് പോകും. കൊള്ളാം. അപ്പോൾ മനസ്സിലായല്ലോ. നമുക്ക് അടുത്തലോട്ട് പോകാം. നെക്സ്റ്റ് കുറച്ചധികം ഉണ്ട് ഇന്ന്, എന്ത് ചെയ്യാനെന്ന് പറയാം. ആർബിട്രറി മീൻസ് റാൻഡം, കപ്രീഷ്യസ്, റാൻഡം ആയിട്ടുള്ള, അതായത് ബൈ ചാൻസ് നടക്കുന്ന, അല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് എന്താ പറയുക, നമ്മൾ പറയല്ലോ, എൻ്റെ പേരും ഞാൻ മറന്നുപോയല്ലോ.
ഡെലിബറേറ്റ് അല്ല. യെസ്, ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്. ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ നടത്തുന്ന ഒരു കാര്യമല്ല. ഇന്റൻഷണൽ അല്ല, അൺഇൻറ്റൻഷനലി അറിയാതെ തന്നെ സംഭവിച്ചു പോകണം. റാൻഡം ആയിട്ടുള്ളൊരു കാര്യമാണ്. കപ്രീഷ്യസ് ആണ്, വിംസിക്കൽ ആണ്. വിംസിക്കൽ. ആർബിട്രറി എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് വേറൊരു അർത്ഥം കൂടി അതിനുണ്ട്, ഡെസ്പോട്ടിക്. അതായത് മറ്റുള്ളവർക്ക് ഹാം ചെയ്യുന്ന, ടിറനിക്കൽ ആയിട്ടുള്ള എന്നർത്ഥം ആർബിട്രറിക്കുണ്ട്. ആർബിട്രറി റൂൾ ഓഫ് ദി മൊണാർക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവരുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോർത്ത് കൊറിയയിലൊക്കെ നമ്മൾ പറയും ഡെസ്പോട്ടിക് ആർബിട്രറി റൂൾ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ അവിടെ വെട്ടെന്ന് മുറി രണ്ട് പറഞ്ഞത്, അതിലൊരു മാറ്റമില്ല. ആൾക്കാർക്ക് അതിൽ ഇറ്റ്സ് നോട്ട് ഡെമോക്രസി എന്ന് പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ടിറനിക്കൽ അല്ലെങ്കിൽ ഡെസ്പോട്ടിക് എന്നർത്ഥം ആർബിട്രറിക്കുണ്ട്. അടുത്തത് ക്വെൽ. ക്വെൽ, QUELL, ക്വെൽ. ക്വെൽ എന്ന വാക്കിൻ്റെ അർത്ഥം എൻഡ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. വേറെ എൻഡ് ചെയ്യുന്നതിൻ്റെ വേറൊരു ഫ്രേസൽ വേർബ് പിടിച്ചോട്ടോ. ഓരോ പുതിയ ഫ്രേസൽ വേർബ് പഠിക്കുമ്പോഴും ഓർത്തോണം, ഇത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാമ്പ് ഔട്ട് ചെയ്യുക, ദാറ്റ് മീൻസ് പുട്ട് ആൻ എൻഡ് ടു സംതിങ്. സ്റ്റാമ്പ് ഔട്ട് ചെയ്യുക, സ്റ്റാമ്പ് ഔട്ട് കേട്ടോ. സ്റ്റാമ്പ് ഔട്ട്, എൻഡ്, ഫിനിഷിന് വേറൊരു ഫ്രേസൽ വേർബ് പിടിച്ചോ, സ്റ്റാമ്പ് ഔട്ട്. ക്വെൽ. ഓക്കെ, ക്വെല്ലും പുതിയ വേർഡാണ്, അത് പറയാം. അടുത്ത വാക്ക് ഈസ് ആൻ അഡ്ജക്റ്റീവ്, പെർട്ടിനന്റ്. പെർട്ടിനന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? റെലവെന്റ് ആണ്, ഓപ്പോസിറ്റ് ആണ്. നോക്കിയേ, ആപ്പോസിറ്റ്. ആപ്പോസിറ്റും ഓപ്പോസിറ്റും മാറിപ്പോയത്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആന്റണിം ആണ് അല്ലെ, വൈരുദ്ധ്യമുള്ള ഒരു കാര്യം. ഓപ്പോസിറ്റ് ഇസ് ആൻ അഡ്ജക്റ്റീവ്, ആപ്പോസിറ്റും അഡ്ജക്റ്റീവ് ആണ്. പക്ഷെ ആപ്പോസിറ്റിന്റെ അർത്ഥം എന്താ? ആപ്റ്റ് ആണ്, ആപ്റ്റ്. സൂട്ടബിൾ ആണ് അല്ലെ, സൂട്ടബിൾ ആണ്, ആപ്റ്റ് ആണ് എന്നർത്ഥമാണ് പെർട്ടിനന്റിന്റെ അർത്ഥം. റെലവെന്റ് ആണ്, അപ്പോസിറ്റ് ആണ്, ആപ്റ്റ് ആണ്, അപ്രോപ്രിയേറ്റ് ആണ്. ആപ്പോസിറ്റിന്റെ അർത്ഥം അപ്രോപ്രിയേറ്റ് എന്ന് തന്നെയാണ് കേട്ടോ. അപ്രോപ്രിയേറ്റ് എന്ന് തന്നെയാണ് അർത്ഥം. അടുത്ത നോക്കിയേ, ഇംപാസിംഗ്. ഇംപാസിംഗ് ഞാൻ പറഞ്ഞു, ഈ ഫോർമുലേഷൻ വരുന്ന ഒന്നും നൗണൊന്നും ഇവിടുത്തെ അല്ല കേട്ടോ. ഈ എന്താ പറഞ്ഞ ഇംഗ്ലീഷ് വാക്കല്ല. ഇംപാസെ ഇറ്റ്സ് എ ഫ്രഞ്ച് വേർഡ്. ഇംപാസെ മീൻസ് ഡെഡ് ലോക്ക്. ഊരാ കൊടുക്കുക, അവിടെ നിന്ന് മൂവ്മെന്റ് ഇല്ല, അവിടെ നമ്മൾ നിന്നുപോയി, സ്റ്റക്ക് ആയിപ്പോയി. പിന്നെ അങ്ങോട്ടും പോക്കില്ല ഇങ്ങോട്ടും പോക്കില്ല, യു ആർ സ്റ്റക്ക് എങ്കിൽ ദാറ്റ് ഇസ് ഈ പറയുന്ന ഇംപാസെ, ഡെഡ് ലോക്ക്. സ്റ്റെയിൽ മേറ്റ്, സ്റ്റാൻഡ് സ്റ്റിൽ, കുരുക്ക്, ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അതാണ് ഇംപാസെ. അടുത്ത ക്രംബിൾ. ക്രംബിൾ കേട്ട് പരിചയമുള്ളതാണ് അല്ലേ? ദ സിസ്റ്റം ക്രംബിൾസ്, അല്ലെങ്കിൽ ഡ്യൂ ടു ദ COVID-19 ദ ഇക്കോണമി ക്രംബിൾഡ് എന്ന് പറഞ്ഞാൽ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുക, ആകെപ്പാടെ വല്ലാണ്ട് മൊത്തം അങ്ങോട്ട് കൊളാപ്സ് ചെയ്തു പോയി. ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുക, ഫോൾ അപ്പാർട്ട്, കൊളാപ്സ് എന്നൊക്കെ അർത്ഥം. ഓർ ഐ തിങ്ക് അവർ റിലേഷൻഷിപ്പ് ഇസ് ക്രംബ്ലിംഗ്. ഐ തിങ്ക് അവർ റിലേഷൻഷിപ്പ് ഇസ് ക്രംബ്ലിംഗ്. എനിക്ക് തോന്നുന്നു നമ്മുടെ റിലേഷൻഷിപ്പ് അങ്ങ് കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഫോളോയിങ് അപ്പാർട്ട്. സോ ക്രംബ്ലിംഗ് യു നോ അല്ലേ മീനിങ്. ഇനിയിപ്പോൾ നമുക്ക് പറയുമ്പോൾ കുറച്ച് പുതിയ വേർഡുകളൊക്കെ പിടിച്ച് പഠിക്കണം കേട്ടോ. ഐ തിങ്ക് our relationship is crumbling. പുതിയ വാക്കുകളൊക്കെ ഇട്ട് പഠിക്കുക. സോ ഡേ ടു ഡേ കോൺവെർസേഷൻ കൊണ്ട് നമുക്ക് ഡെയിലി ഒരുപാട് വൊക്കാബ് എടുക്കാം. ആൻഡ് യു ക്യാൻ ബി സ്റ്റാർ. പുതിയ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളായിരിക്കും കോൺവെർസേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇതിൽ നിങ്ങളായിരിക്കും സ്റ്റാർ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ അത് ഓർത്തോളാം. ഓക്കെ, യാ. ഷി മെയ്ഡ് എ പെർസസീവ് സ്പീച്ച്. ഗ്രേറ്റ്. എഡിഫിസ് എന്ന കമ്പനി അല്ലേ കൊച്ചിയിൽ ഫ്ലാറ്റ് ഡിമോളിഷ് ചെയ്തത്? ദിസ് കമ്പനി നെയിം ഈസ് എഡിഫിസ്. ഓ ശരിയാണല്ലോ, അവരുടെ പേര് ആണല്ലേ. ശരി ശരി ശരി, ഇപ്പോഴാണ് എനിക്ക് ഓർത്തത്. അത് കത്തി. ഞാൻ എഡിഫിസ് എവിടെയോ കേട്ട് വരച്ച് എനിക്ക് തോന്നിയായിരുന്നു, ഇപ്പോഴാണ് കത്തിയത്. ഓ താങ്ക് യു രേവതി, താങ്ക് യു. അപ്പം നമ്മുടെ എഡിഫിസ് ഇതാണ്, ആ കമ്പനിയുടെ പേരാണല്ലേ. ഓക്കെ, ഗ്രേറ്റ്. യെസ്. സെൻട്രൽ ഗവൺമെൻറ് ലെവി ഹെവി ബേർഡൻ ഓണസ്. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ ദേവിക. സെൻട്രൽ ഗവൺമെൻറ് സിംഗുലർ അല്ലേ? സെൻട്രൽ ഗവൺമെൻറ് സിംഗുലർ ആകുമ്പോൾ നമുക്ക് ലെവി എന്ന് കൊടുക്കാൻ പറ്റില്ല, ലെവീസ് കൊടുക്കണം. എങ്ങനെയാണ് ലെവീസ് കൊടുക്കുന്നത്? LEVIES. വൈ വരില്ല, വൈ കട്ട് ചെയ്തിട്ട് IES വരും, ലെവീസ്. അല്ലെങ്കിൽ പാസ്റ്റൻസ് കൊടുത്തു, ലെവീഡ്, LEVIED, ലെവീഡ്. പാസ്റ്റൻസ് കൊടുത്തു, അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ് ലെവീഡ് ഹെവി ബേർഡൻ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ലെവീസ് ഹെവി ബേർഡൻ ആണ്. Tata Industry subsumed the Indian airline. Okay. If I got time machine, I would subsume my presence in Dandi March. കൊള്ളാലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, ഗ്രേറ്റ്. ബിഗ് ഫിഷസ് സബ്സ്യൂംഡ് സ്മോൾ. സബ്സ്യൂംഡ് ബൈ അല്ല, ബിഗ് ഫിഷസ് സബ്സ്യൂംഡ് സ്മോൾ ഫിഷസ്. ബൈ വരുമ്പോൾ അത് പാസീവ് വേണ്ട വിദ്യ. ബൈ വരുമ്പോൾ പാസീവ് വേണം. അപ്പം എന്ത് പറഞ്ഞായിരുന്നു? സ്മോൾ ഫിഷസ് ആർ സബ്സ്യൂംഡ് ബൈ ബിഗ് ഫിഷസ് വരണമായിരുന്നു, പാസീവ് കൊടുക്കണമെങ്കിൽ. സോ സ്മോൾ ഫിഷസ് ആർ സബ്സ്യൂംഡ് ബൈ ബിഗ് ഫിഷസ് വരണമായിരുന്നു. ഇവിടെ ബൈ വേണ്ട, ബിഗ് ഫിഷസ് സബ്സ്യൂംഡ് സ്മോൾ ഫിഷസ് മതി, കാരണം ഇത് ആക്റ്റീവ് വോയിസ്. ദിസ് മെഡിസിൻ വിൽ ക്വെൽ യുവർ സോർ ത്രോട്ട്. ഗ്രേറ്റ്. ഗവൺമെന്റ് ലെവിങ് ടാക്സ് properly as it is not reflected on proper road maintenance. Okay, government levying tax properly. Government
ഈസ് ലെവിങ്. അവിടെ ലെവിങ് കൊടുത്തു, പക്ഷേ നമ്മുടെ സെൻറ്റൻസ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബി ഫോമുലേഷൻ വേണം. ഈസോ, ആമോ, ആറോ, വോസോ, വേറോ, പാസ്റ്റോ, പ്രസൻറ്റോ എന്തും ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ എന്ത് വേണം? ബി ഫോമുലേഷൻ ഇല്ലാതെ പറ്റില്ല കേട്ടോ രമ. അപ്പോൾ ഗവൺമെൻറ് ഈസ് ലെവിങ് ടാക്സ് പ്രോപ്പർലി ആസ് ഇറ്റ് ഇസ് നോട്ട് റിഫ്ലക്റ്റഡ്. ആസ് ഇറ്റ് ഈസ് നോട്ട് അല്ല, ടാക്സ് ലെവി ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് ഇസ് നോട്ട്. ആസ് അവിടെ കൊടുക്കരുത്. ആസ് വരുമ്പോൾ അത് മീനിങ് ആവില്ല, കോൺട്രഡിക്റ്റ് അല്ലേ. ഗവൺമെന്റ് നല്ല ടാക്സ് പിരിക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മുടെ റോഡ് മെയിൻ്റനൻസിൽ കാണുന്നില്ല. അതല്ലേ രമ ഉദ്ദേശിച്ച സെന്റൻസ്. ഇപ്പം ഇങ്ങനെ വേണം, ഗവൺമെന്റ് ഈസ് ലിവിങ് ടാക്സ് പ്രോപ്പർലി ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ഓൺ പ്രോപ്പർ റോഡ് മെയിൻ്റനൻസ്. Arbitrary decisions taken by the company secretary resulted in crumble. In എന്ത് crumble? Crumble verb, it's not noun. Crumble in crumbling in കൊടുക്കുക. In crumbling of crumbling കൊടുത്തു അപ്പോൾ കുഴപ്പമില്ല. ജെറണ്ട് കൊടുത്തു, കാരണം ഇൻ ഇസ് എ പ്രൊപ്പോസിഷൻ. പ്രൊപ്പോസിന് ശേഷം എന്ത് കൊടുക്കണം? നൗണോ പ്രൊനൗണോ ഒബ്ജക്റ്റ് അല്ലേ വേണ്ടേ? അപ്പോൾ എന്ത് കൊടുക്കുക? ജെറണ്ട് കൊടുത്തു. ദാറ്റ്സ് റൈറ്റ് കേട്ടോ. ഇൻ ക്രംബ്ലിംഗ്. Earth subsumed Jakarta, the capital of Indonesia. Okay. After marriage പാടാ. താഹിറ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ക്രംബ്ലിംഗ് റിലേഷൻസ് ആർ കോമൺ ദീസ് ഡേയ്സ്. യെസ് ഇറ്റ് ഈസ്. ഞാനത് ചുമ്മാ ഇട്ടതാണ് കേട്ടോ, ഞാൻ ചുമ്മാ കയ്യിൽ നിന്ന് എടുത്തിട്ടാ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ക്രംബിൾ പഠിക്കാൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ റിലേറ്റ് ചെയ്ത വൊക്കാബ് പഠിച്ചാൽ യു വിൽ ഡെഫിനറ്റ്ലി റിമെമ്പർ ദാറ്റ്. അതുകൊണ്ട് ഇട്ടാണ് കേട്ടോ. ഓക്കെ, യെസ്. ദ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ കേട്ടോ. ദ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇസ് ക്രംബ്ലിംഗ്. അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിൽ ഇന്ത്യ ഹൈഫൻ പാകിസ്ഥാൻ റിലേഷൻ എന്ന് പറയും. അങ്ങനെ കൊടുക്കുക നമ്മൾ കേട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ ഇല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ദ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഈസ് ക്രംബ്ലിംഗ്. ഐ എം ക്വാലിംഗ് മൈ homemade work. Okay, great. All temple sculpture is an example of man-made edifice. Okay. I always make opposite decisions. Those avada varilla. I always make opposite decisions which does not crumble my family. Keto. I always make opposite decisions which does not crumble my family. കേട്ടോ പ്രവീണ, അങ്ങനെ കൊടുക്കണം. ദോസ് അവിടെ കൊടുക്കും, കണക്ഷൻ അവിടെ വേണ്ട അല്ലേ. ഞാൻ ഓപ്പോസിറ്റ് ഡിസിഷൻ എടുക്കുന്നു, ദോസ് അല്ല. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മതിയായിരുന്നു. ഐ ഓൾവേസ് മേക്ക് ദോസ് ഓപ്പോസിറ്റ് ഡിസിഷൻസ് വിച്ച് ഡസ് നോട്ട് ക്രംബിൾ മൈ. അപ്പോഴും ഡസ് നോട്ട് പറ്റില്ല, ഡിസിഷൻസ് അല്ലേ. അപ്പോൾ ഡു നോട്ട് കേട്ടോ, ഡു നോട്ട് കൊടുക്കണം. ഡു നോട്ട് ദോസ് അല്ല, വിച്ച് ഡു നോട്ട് ക്രംബിൾ മൈ ഫാമിലി. റിലേറ്റീവ് പ്രൊനൗൺ അവിടെ വേണ്ട കേട്ടോ പ്രവീണ. Policemen and commandos are deployed to quell riots and to maintain law and order. Great. Their friendship is quelling after the incident. All right. ചിപ്പി ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വന്നില്ല, അത് മതി അല്ലേ. വെൽക്കം. She is in impasse because of her mistakes. All right. People are sometimes ഒറ്റ വാക്കാണേ. People are sometimes cheated by the private banks. It will be എന്നിട്ട് കോമ അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ്. It will be impasse of their life. It will be deadlock of their life. Okay. LIC has crumbled its shares to quell public limited sector. All right. Indian scientists quell concerns on new COVID-19 variant. Yes. Please keep your comments pertinent to the topic under discussion. Great. Relevant. Okay. The US become the hegemonic. US in a capital letter കൊടുക്കണ്ടേ ജിഷ്ണു? Proper nouns must start with capital letter അല്ലേ? Proper nouns എപ്പോഴും the US അതല്ലേ? The US become the hegemonic superpower after the crumbling of USSR. Crumbling അല്ല, എല്ലുണ്ട്, ഒരു എല്ല് മിസ്സായിപ്പോയി. എല്ല് പോയോ? എല്ലിട്ട് കൊടുത്തേ ജിഷ്ണു. ഇമ്പാസെ ഒന്നുകൂടി പറയാമോ? ഇമ്പാസെ എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക്, ഊരാ കൊടുക്കുന്ന അതിൻ്റെ അർത്ഥം. നൗണാണ് കേട്ടോ അത്. Okay, Tahira, kolla. It is pertinent to note that Mr. Putin quells gas supplies to Finland. All right, yes. Keralites are in. Keralites in apostrophe വേണോ? വിനു, കേരളൈറ്റ്സ്, കേരളക്കാര് പ്ലൂറലാ, അപ്പസ്ട്രോഫി അല്ല. അവിടെ പൊസഷൻ അല്ല നീ പറയുന്ന പ്ലൂറലാ. പൊസഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്പസ്ട്രോഫി ഇട്ട് കൊടുക്കുള്ളൂ. നൗണിനോട് അപ്പസ്ട്രോഫി ഇടുന്ന എപ്പോഴാ? കേരളൈറ്റ്സിന്റെ എന്ന് നീ ഇവിടെ പറയുന്നില്ല, കേരളക്കാർ എന്നാ പറയുന്നത്. അപ്പോൾ അപ്പസ്ട്രോഫി കട്ട് ചെയ്തോളാം. കേരളൈറ്റ്സ് ആർ ഇൻ ഗ്രേറ്റ് ഡിലമ ആഫ്റ്റർ പ്രൊനൗൺസിംഗ് ദാറ്റ് ഗവൺമെന്റ് വിൽ റൈസ് എ ടാക്സ് ഓഫ് ആൽക്കഹോൾ. ഓ സത്യം. കൊള്ളാം. This was the most pertinent thing she said for me. She said for me അല്ല, she said to me. എന്നോട് പറഞ്ഞു. said to me, for അല്ല.
This was the most pertinent thing she said to me. Okay. The actor Mammootty. Mammootty's spelling in the Mammootty. Mammootty is pertinent actor in film. Movie FILM ആണ്. Film പുഴു. പുഴുവിൻ്റെ സ്പെല്ലിംഗ് PUZHU ആണ്. പുഴു. ഓക്കെ. My plans crumbled by government new policy. ഗവൺമെൻറ്റിൻ്റെ ന്യൂ പോളിസി. അവിടെ അപ്പോസ്ട്രോഫി ചെയ്യണം ബേസിൽ. My plans crumbled by ഗവൺമെൻറ്റ്സ് ന്യൂ പോളിസി. നമ്മുടെ പഴയ ബേസിലാണോ ഇത്? നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത ബേസിൽ, RRB ക്ലാസ്സിലുണ്ടായിരുന്ന ബേസിൽ, ആ ബേസിലാണോ ഇത്? അതോ പുതിയ ബേസിലാണോ? എനിക്കൊരു ഓർമ്മയ്ക്ക് ചോദിച്ചാണ്. It is crumbling slowly, but we must keep up our efforts to complete the process. Yes. Nowadays, our traditions breached the impasse of women's വേണ്ടല്ലോ രമ്മ. വിമൻ ഓൾറെഡി പ്ലൂറലാ. വുമൺ എന്ന വാക്കിന്റെ പ്ലൂറലാണ് വിമൻ. കേട്ടോ, വുമൺ എന്ന വാക്കിന്റെ പ്ലൂറലാണ് വിമൻ. വുമൺ ആണ് സിംഗുലർ. അതിന്റെ പ്ലൂറൽ എന്താ? വിമൻ. കേട്ടോ, അപ്പൊ അതിൽ എസ് വേണ്ട കേട്ടോ, വിമൻ കൊടുത്താൽ മതി. To catch their dreams. Okay, yes. This was the most pertinent thing she said to me. Yes. The company has been the subject of an arbitrary takeover. Okay. Has been the subject of an arbitrary takeover. Great. Moving on to next set. അടുത്ത വാക്ക് പിടിച്ചോ. അവർ എന്ന വാക്കിന്റെ അർത്ഥം ഡിക്ലെയർ അല്ലെങ്കിൽ ക്ലെയിം, അസേർട്ട്, സ്റ്റേറ്റ്. പുതിയ വാക്കാണ്, ഇതുവരെ നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തില്ല. അവർ. കോട്ട് അവേർഡ്. അവറിന്റെ വേർബ് ഫോർമുലേഷനെ V2 ഇതാണ്. V2 V3 2 ED. അവേർഡ്. V2 V3. ഡിക്ലെയർ ചെയ്യുക, ക്ലെയിം ചെയ്യുക, അസേർട്ട് ചെയ്യുക, സ്റ്റേറ്റ് ചെയ്യുക. ഓക്കെ. അടുത്ത ഫോർച്യൂഷ്യസ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബൈ ചാൻസ്. നമ്മൾ പറഞ്ഞില്ലേ ഫോർച്യൂൺ എന്ന വാക്കിന്റെ ഒക്കെ അർത്ഥം ലക്കി, ബൈ ചാൻസ്, അൺഎക്സ്പെക്റ്റഡ് സംഭവിച്ച എന്നത്. ഇതിപ്പോ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ഇന്റൻഷണൽ, ഇറ്റ് ഇസ് അൺഇന്റൻഷണൽ. നമ്മൾ വിചാരിക്കുമല്ലോ, അൺആന്റിസിപ്പേറ്റഡ് ആണ് അല്ലേ? ഇറ്റ് വാസ് അൺആന്റിസിപ്പേറ്റഡ്. ഞാൻ വിചാരിച്ചു പോലുമില്ല. ഞാൻ വിചാരിച്ചു പോലും ഇരിക്കാൻ സമയത്ത് തോന്നുന്നു. അൺഎക്സ്പെക്റ്റഡ്, അൺആന്റിസിപ്പേറ്റഡ്, അൺഫോർസീൻ, ബൈ ചാൻസ്. അതാണ് ഫോർച്യൂഷ്യസ്. അഡ്ജക്റ്റീവ് അല്ലേ? അടുത്ത ബുൾഡോസ്. ബുൾഡോസ് ചെയ്യാന്ന് പറഞ്ഞ എന്താ അർത്ഥം? ബുൾഡോസർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബുൾഡോസർ ഒക്കെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അങ്ങ് തകർത്ത് കളയാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ ബുൾഡോസ് ചെയ്യാൻ മീൻസ് കില്ലല്ല, ഡിമോളിഷ് ചെയ്യുക, നിലംപരിച്ച് ചെയ്യുക, ഫ്ലാറ്റൻ ചെയ്യുക, റേസ് ചെയ്യുക അല്ലെ, നിലംപരിച്ചാക്കാൻ. ഇപ്പൊ ഫ്ലാറ്റ് ഒക്കെ നമ്മൾ ബുൾഡോസ് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതൊക്കെ നിലംപരിച്ചാക്കി, ഡിമോളിഷ് ചെയ്തു, നോക്ക് ഡൗൺ ചെയ്തു. റേസ്, RAZD, റേസ്. റേസ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക, ഡിമോളിഷ് ചെയ്യുക, റേസ് ചെയ്യുക. ദാറ്റ് ഈസ് ബുൾഡോസ്. അടുത്തത് ടാസിറ്റ്. ടാസിറ്റ് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്. ടാസിറ്റ് ഒരു അഡ്ജക്റ്റീവ് ആണ്. ടാസിറ്റിന്റെ ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ടാസിറ്റേൺ ഒന്നുകൂടെ ഓർത്ത് വെച്ചോളൂ. ടാസിറ്റേൺ എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ടാസിറ്റേൺ അഡ്ജക്റ്റീവാ. ഓക്കെ, പറയും. അപ്പൊ ടാസിറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവാ. ഇത് ബന്ധമുണ്ട്, ടാക്ക് തമ്മിൽ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ടാസിറ്റേൺ എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് ആണ്, പറയുക പോലും ചെയ്യേണ്ട. ഇറ്റ് ഈസ് ഓൾറെഡി നോൺ, അണ്ടർസ്റ്റുഡ് ആണ്, ഇംപ്ലിസിറ്റ് ആണ്, ഇംപ്ലൈഡ് ആണ്, ഇൻഫേർഡ് ആണ്. നമുക്ക് ഓൾറെഡി മനസ്സിലായി, അത് ഞങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? ഇംപ്ലിസിറ്റ് ആണ്, ഇംപ്ലൈഡ് ആണ്, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ല, അതിന് മുമ്പ് ഞങ്ങൾക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. ദാറ്റ് ഈസ് ടാസിറ്റ്. ഇറ്റ് ഈസ് ഓൾറെഡി നോൺ എന്നുള്ള അർത്ഥം. അടുത്ത ഓവർഹോൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓവർഹോള്. അപ്പം ഹോള് പറഞ്ഞില്ലേ, ഹോൾ എന്ന് പറഞ്ഞിട്ട് കാർഗോയുടെ പേരാ പറഞ്ഞില്ലേ, കാർഗോ എന്നൊക്കെ പറഞ്ഞ വേറൊരു പേരാന്ന് പറഞ്ഞില്ലേ. ഓവർഹോൾ ചെയ്യുക മീൻസ് വേർബായിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുക, റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ സർവീസ് ചെയ്യുക എന്നാണ് ഈ ഓവർഹോൾ എന്ന വേർബിന്റെ അർത്ഥം കേട്ടോ. വേർബ് കേട്ടോ, മെയിൻറ്റെയിൻ ചെയ്യുക, സർവീസ് ചെയ്യുക, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുക എന്നൊക്കെയാണ് നമ്മുടെ ഓവർഹോൾ ചെയ്യുക എന്ന് പറഞ്ഞ വേർബിന്റെ അർത്ഥം. പക്ഷെ ഓവർഹോൾ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്. ഈ റിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എക്സാമിനേഷൻ അല്ലെങ്കിൽ സർവേ എന്നൊക്കെയാണ് ഓവർഹോളിന് അർത്ഥം. ഓവർഹോൾ ചെയ്യാൻ മീൻസ് ഓവർഹോൾ എന്ന് പറഞ്ഞ നൗണിന്റെ അർത്ഥം എക്സാമിനേഷൻ, സർവേ എന്നൊക്കെയാണ് കേട്ടോ. പരിശോധന എന്ന അർത്ഥത്തിൽ എക്സാമിനേഷൻ, സർവേ എന്നൊക്കെയാണ്. പക്ഷെ വേർബായിട്ട് വരുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക, സർവീസ് ചെയ്യുക, റിപ്പയർ ചെയ്യുക എന്നൊക്കെ അർത്ഥം കൊണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോണം. യെസ്, പുതിയ ബേസിൽ അല്ലേ? ഓക്കെ, പുതിയ ബേസിൽ വെൽക്കം ടു യുവർ സെഷൻ. ഞാൻ പെട്ടെന്ന് തന്നെ പഴയ നമ്മുടെ സ്റ്റുഡൻറ്റിന് ഓർമ്മ വന്നതുകൊണ്ട് ചോദിച്ചാൽ, ഇനിയിപ്പോൾ അവൻ DP മാറ്റിയതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചാൽ കേട്ടോ. Okay, anyway, welcome to the club, Basil. For studying PSC this time is very pertinent. Okay, arbitrary action taken by the authorities concerned was not good. Okay, all right. Quelling a job should not be mechanical. We should do it with
pertinent importance. Yes, അത് സത്യം അല്ലേ? ചെയ്യുവാണെങ്കിൽ ആത്മാർത്ഥത്തോട് ചെയ്യണം എന്നല്ലേ? ഗ്രേറ്റ്. ടുഡേ ദ ഇംപാസെ ഡേ ഫോർ ഇംപാസസ് ഒരു ഇ ഉണ്ട്, അവിടെ ഇ ഉണ്ട്. ഇംപാസ ഡേ ഫോർ ഗിവിംഗ് കൺഫർമേഷൻ ഓഫ് 10th ലെവൽ പ്രിലിംസ്. ലാസ്റ്റ് ഡേ. ലാസ്റ്റ് ഡേ എന്ന് നമ്മൾ അതിൻ്റെ അർത്ഥത്തിൽ ഒരു ഇംപാസെ പറയും. ലാസ്റ്റ് ഡേക്ക് ലാസ്റ്റ്. ഇംപാസ ലാസ്റ്റ് എന്നല്ല അർത്ഥം. ഇംപാസ എന്ന് പറഞ്ഞാൽ കുടുക്ക് എന്നാണ് അർത്ഥം. കുരുക്ക് അങ്ങനെയല്ലോ. ലാസ്റ്റ് ഡേക്ക് ഇങ്ങനെ കുരുക്ക് ഡേ എന്ന് നമ്മൾ പറയില്ലല്ലോ കേട്ടോ. മുല്ലപ്പെരിയാർ ഡാം ഷുഡ് ബി ബുൾഡോസ്ഡ്. ഓക്കെ, ബുൾഡോസിന് ഒരു എല്ലൂടെ വിട്ടുപോലെ ദേവിക. ബുൾഡോസ് എല്ലുണ്ട്. ഹീ ബുൾഡോസിങ് മൈ മനാലി ടൂർ പ്ലാൻ. ഹീ ബുൾഡോസിങ് അല്ല, ഹീ ഈസ് ബുൾഡോസിങ്. ഞാൻ ഇന്നലെ താഹിറോട് പറഞ്ഞു, ING ഫോം ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ വേണ്ടി ING ഫോം ഉപയോഗിക്കുമ്പോൾ അതിനോട് ഒരു ബി ഫോമുലേഷൻ വേണം. ഈസോ, ആമോ, ആറോ, വോസോ, വേറോ. പാസ്റ്റ് ടെൻസിൽ പാസ്റ്റ് ടെൻസിലൂടെ വോസോ വേറെ കൊടുക്കാം. പ്രസന്റ് ടെൻസിലാണ് ഈസോ, ആമോ, ആറോ കൊടുക്കണം. ഐയുടെ കൂടെ ആമോ, ബാക്കി എല്ലാത്തിനും കൂടെ വോസോ അല്ലെങ്കിൽ ഈസോ അല്ലെങ്കിൽ ആറോ കൊടുക്കണ്ടേ? അപ്പോൾ ഹീ അല്ലേ, അപ്പോൾ ഈസോ കൊടുക്കണ്ടേ? ഹീ ഈസ് ബുൾഡോസിങ് മൈ മനാലി ടൂർ പ്ലാൻ. someone bulldozing my വീണ്ടും someone is bulldozing my doorbell അല്ലേ? someone ഒറ്റ വാക്ക, someone ഒരാൾ, someone രണ്ട് വാക്കല്ല, some and one അല്ല, someone ഒറ്റ വാക്കായിട്ട് പറ. it is aware the price of, it is announced that, അവിടെ that അല്ലേ ഉദ്ദേശിച്ച ദേവിക. it is aware that the price of petrol അല്ലേ? അതല്ലേ? അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദാക്ക് വരാ ദാറ്റ്, ആദ്യത്തെ ദാക്ക് വരെ ദാറ്റ് ആക്കണം. രണ്ടാമത്തെ പെട്രോളിന്റെ സ്പെല്ലിംഗ് എന്താ? ഈ പെട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പെട്രോൾ ആണോ ഉദ്ദേശിച്ചത്? അല്ല. ഈ പെട്രോൾ എന്ന് പറഞ്ഞാൽ സർവൈലൻസ്, നമ്മുടെ ആർമി ഒഫീഷ്യൽസും അല്ലെ അതുപോലെ തന്നെ ഇവർ നമുക്ക് സർവൈലൻസ് ചെയ്യുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ പെട്രോൾ ഈ പെട്രോൾ അല്ല, PRET അല്ലെ, PETROL പെട്രോൾ, പെട്രോളിയത്തിൻ്റെ പെട്രോൾ അല്ലേ? സ്പെല്ലിംഗ് തെറ്റിപ്പോയേ, ഒന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, ഫ്ലാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ എന്താ പറയുക, ഫ്ലാറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മളെ ഒരാളെ പുകഴ്ത്തി പറയാം അല്ലേ? അതാണ്. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് എ പെർട്ടിനന്റ് മെസ്സേജ് ടു അവെയർ ഹിയർ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. ഓ, ഇന്നാണ് പുള്ളിക്കാൻ്റെ ബർത്ത്ഡേ. കൊള്ളാം, നീ ലാലേട്ടൻ ഫാനാണല്ലേ? ഹെർ അവെയർ വാസ് റിയലി ഫോർ ചൂസ്. അവെയർ അല്ല, അവെയർ വേർബാ. അവെയർ എന്നല്ലോ അത്, വേർബല്ലേ? വേർബ് എങ്ങനെയാ ഹെർ അവെയർ വരിക? ഹെർ പൊസസീവ് അല്ലേ നിധി? ഹെറിൻ്റെ കൂടെ നമ്മൾ നൗൺ അല്ലേ ഉപയോഗിക്കുക? പൊസസീവ്സിൻ്റെ കൂടെ നൗൺ വേണ്ടേ? എഡിറ്റോറിയൽസ് ആർ നോട്ട് ടാസിറ്റ് ഫോർ സ്റ്റുഡൻസ്, ആർ നോട്ട് അണ്ടർസ്റ്റുഡ് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് അതിന് വേണ്ടിയല്ലേ ഞാൻ, പിന്നെ എന്തിനാ മുത്തേ ഞാൻ കേട്ടോ, അത് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ലെറ്റ്സ് സീ. വി ഷുഡ് ടാസിറ്റ് പറയില്ല ദേവിക, കാരണം ടാസിറ്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഷുഡ് കഴിഞ്ഞിട്ട് V1 വേണം. വി ഷുഡ് ബി ടാസിറ്റ് അല്ലേ? വി ഷുഡ് ബി ടാസിറ്റ് എന്ന് കൊടുത്ത കുഴപ്പമില്ല കേട്ടോ, അതല്ലാതെ കുഴപ്പം. അപ്പോൾ ഇവിടെ ഞാൻ പറയില്ല, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്, അതല്ല ഉദ്ദേശിച്ചത്. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് എവറി നോവൽ അല്ലേ? അണ്ടർസ്റ്റാൻഡ് എന്ന വേർബ് അല്ല ഇത്. അണ്ടർസ്റ്റുഡ് V3 ഫോമിൽ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ള മീനിങ് ആണ് ടാസിറ്റ് കേട്ടോ. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വ്യത്യാസമുണ്ട്. അത് ഇച്ചിരി ബേസിക്സ് വേണ്ടേ നമുക്ക്? ആ ബേസിക്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ ഇത് പഠിച്ചില്ലേ, നമ്മുടെ പാർട്ടിസിപ്പിൾസ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ V3 അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് എ വേർബ് അല്ല, ഇവിടെ വേർബായിട്ടല്ലല്ലോ ഉപയോഗിച്ചേക്കുന്നത് അണ്ടർസ്റ്റുഡ് എന്ന്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് നമ്മുടെ വരുമോ? ഷുഡിൻ്റെ കൂടെ V1 അല്ലേ വരത്തുള്ളൂ, അത് ഓർത്തോണം. അപ്പോൾ ഇവിടെ ടാസിറ്റ് പറ്റില്ല, അണ്ടർസ്റ്റാൻഡ് എന്ന് കൊടുക്കണമെന്ന് ചെയ്യണം. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് കൊടുക്കണം. ദേ കമ്മിങ് ഇൻ അവർ ഹോം ആൻറ്റിസിപ്പേറ്റ്ലി. അല്ല, ദേ ആർ കമ്മിങ്. വീണ്ടും താഹിറ, ദേ പ്ലൂറലാണ്, ആർ കമ്മിങ്. ദേ ആർ കമ്മിങ്, അവിടെ ഓക്സിലറി വേർബ് വേണം. Unanticipatedly is correct കേട്ടോ. തമിഴ്നാടു ഗവൺമെന്റ് averted to overhaul. അവോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെന്റ്. അവോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവോർട്ട് ചെയ്യുക ഇസ് ഡിഫറെന്റ്. സ്റ്റോപ്പ് ചെയ്യുക അല്ല, അവോർട്ട് ചെയ്യുക റിഫ്യൂസ് ചെയ്യുക. ടു ഓവർഹോൾ ദ ബുൾഡോസ് ഓഫ് മെഷീൻസ്. ബുൾഡോസ് ഓഫ് മെഷീൻസ് അല്ലല്ലോ, ബുൾഡോസിങ് ഓഫ് മെഷീൻസ്. ബുൾഡോസിങ് അത് ജറുണ്ടാക്കി കൊടുത്തേ. ബുൾഡോസിങ് ഓഫ് മൈൻസ്. തമിഴ്നാടു ഗവൺമെന്റ് averted to overhaul. ഡിക്ലെയർ ചെയ്തു എന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവേർഡ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ്. തമിഴ്നാട് ഗവൺമെന്റ് അവേർഡ്, AVERRED, അവേർഡ് ടു ഓവർഹോൾ ദ ബുൾഡോസിങ് ഓഫ് മൈൻസ് കേട്ടോ. They are coming. Okay. Russia bulldozed many buildings in Ukraine after they averred war against Ukraine. Yes. When tacit contracts are ratified by the parties, it shall have retrospective effect. Yes, Pravi. She averred that she had bought a new BMW. Bought. Yes, correct. The kid always overhauls every toy at the moment he gets. Okay. At the moment, the moment he gets money. Kid always maintains, repairs. The kid always overhauls every toy the moment he gets it. The moment he gets it. The moment he gets it. At the moment, the moment he gets it. Yes.
എന്താ കുഴപ്പമുണ്ടെന്ന് തോന്നി അല്ലേ? അതാണ്. ഷി വാസ് സർപ്രൈസ്ഡ് ബൈ ഹിസ് fortuitous പ്ലാൻ ടു സെറ്റിൽ ഇൻ അബ്രോഡ് വേണ്ട, സെറ്റിൽ അബ്രോഡ്. എബ്രോഡ് അഡ്വേർബ് ആണ്, ഇറ്റ്സ് നോട്ട് എ നൗൺ. അപ്പോൾ ഇന്ന് കൊടുക്കാൻ പറ്റില്ല. ഇന്നലത്തെ ക്ലാസ്സിലും പറഞ്ഞു പൊസസീവിന്റെ കൂടെ നൗൺ, ജെറൻഡിന്റെ മുമ്പിൽ പൊസസീവ്സ്. യെസ് രേവതി, അത് തന്നെ. The fortuitous overhaul revealed the surreal situation that exists in hotels and restaurants. Yes. ഹിറ്റ് പടങ്ങൾ കാണും, അത് ആരുടെയാണെങ്കിലും. ഫാൻ ഫൈറ്റ് പറ്റില്ല. അത് കൊള്ളാം ഹരി, ദാറ്റ്സ് ഇറ്റ്, ഗ്രേറ്റ്. ആരാണെങ്കിലും അല്ലേ, കഥയും സിനിമയെ സ്നേഹിക്കുന്നവരാണ് ഞാൻ അല്ലേ, സിനിമയെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻഫേർഡ് ഓക്കെ, ഷുഡ് ഇൻഫർ ആണ്. അണ്ടർസ്റ്റുഡ് എന്ന വാക്കാണെങ്കിലും അണ്ടർസ്റ്റാൻഡ് എന്നും ഇൻഫർ ചെയ്യണം എന്നാണെങ്കിൽ ഇൻഫർ ചെയ്യാന്ന് കൊടുക്കുക, ഇൻഫേർഡ് കൊടുക്കില്ല. ഷുഡ് എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി വെർബ് താഹിറ, അതിനോട് V1 ഉപയോഗിക്കുള്ളൂ. അതാ ഞാൻ പറഞ്ഞു എന്ന് നേരത്തെ. മൈ കാർ നീഡ്സ് എ കംപ്ലീറ്റ് ഓവർഹോൾ. ഓക്കെ, എക്സാമിനേഷൻ. യു ഷുഡ് ഓവർഹോൾ യുവർ എക്സാമിനേഷൻ മാർക്ക്. ഗ്രേറ്റ്. അയ്യോ, അത് സർവേ എന്നാണോ ഉദ്ദേശിച്ചത്, മെയിൻറ്റെയിൻ എന്നാണോ ഉദ്ദേശിച്ചത്? ഓവർഹോൾ എക്സാമിൻ ചെയ്യുക എന്നുള്ള അർത്ഥമല്ല, മെയിൻറ്റെയിൻ ചെയ്യുക, റിപ്പയർ ചെയ്യുക എന്നാണ്. അപ്പം എക്സാമിനേഷൻ മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സർവീസ് റിപ്പയർ മെയിൻ്റനൻസ് ഇല്ല, അവിടെ ഡിക്ലെയർ. മനസ്സിലായി. ഓക്കെ, ദ TN ഗവൺമെന്റ് ഇസ് ഡിക്ലെയർ ടു ക്യാൻസൽ നീറ്റ് എക്സാം. ഓക്കെ, അത് സെറ്റാ. നെറ്റ് പോയോ? തിരിച്ചു വന്നോ? ഞാൻ നെറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നെന്ന് തോന്നല്ലോ. ഓക്കെ, നമുക്ക് പോവാം സെൻറ്റൻസിലോട്ട് പോലെ. ഓക്കെ, തിരിച്ചു വന്നു. ഞാൻ പേടിച്ചു. ഓക്കെ, ഡിസൈഡ് ആ ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ, ഡിക്ലെയർഡ് ആ ഉദ്ദേശിച്ചത്. ഓക്കെ, മനസ്സിലായി. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ യു സേ ഐ സ്റ്റിൽ അവെയർ ദാറ്റ് ഹിസ് റിപ്പോർട്ട് ഇസ് ട്രൂ. ഓക്കെ, ഗ്രേറ്റ്. ഓൾ റൈറ്റ്. ദ Coolamatam bridges crumbled because of infirm edifice. Okay, infirm evidence അല്ല, infirmed. അതിൽ അഡ്ജക്റ്റീവായി ഫോർമുലേഷൻ കൊടുക്കണം, V3 കൊടുക്കണം. ഇൻഫേംഡ് എഡിഫിസ് കൊടുക്കുക കേട്ടോ വിനു. ദ ഓവർഹോൾ ഓഫ്, കാരണം ഇന്നലെ വിനു ഉണ്ടായിരുന്നു ക്ലാസ്സിലില്ല. വിനു മറ്റേ ക്ലാസ്സാണ്, ബാങ്കിങ്ങാണ്. യെസ്. അപ്പം ഇൻഫേംഡ് എന്ന് ഉദ്ദേശിക്കുക, കാരണം V3 ഫോർമുലേഷൻ അഡ്ജക്റ്റീവ് കൊടുക്കുക കേട്ടോ, അതാണ്. ഓൾ റൈറ്റ്. യെസ്. ദ ഓവർഹോൾ ഓഫ് പോലീസ് ഹാസ് ഇൻക്രീസ്ഡ് ദീസ് ഡേയ്സ്. All right. The examination of, yes. Your silence may be taken to mean tacit agreement. Great. Silent understood agreement ade maunam sammadam. Fortuitous expenses in his family bulldozed his economic fairness. All right. We have no right to bulldoze anything because we didn't construct anything in the world. Because കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെ കൊടുക്കേണ്ട കാര്യമില്ല. Because we didn't, നമ്മൾ കൺസ്ട്രക്ട് ചെയ്തില്ല ഒന്നും. കുഴപ്പമില്ല. ബിക്കോസ് എൻ്റെ അടുത്ത ഇത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, കറക്റ്റാണ്. ഇടയ്ക്ക് ബഫറിങ് ഉണ്ടല്ലേ? ഓക്കെ. ഇപ്പം ശരിയായല്ലോ. ഓൾ റൈറ്റ്. ഫോർച്യൂഷ്യസ് ഇൻസിഡൻസ് ചേഞ്ച് ഹെർ ലൈഫ് എ ലോട്ട്. ബ്രേക്ക് ഉണ്ടേ, ഇത് ലോട്ട് കേട്ടോ. അഡ്വേർബൽ എക്സ്പ്രഷൻ ഇന്നലെ നമ്മൾ പ്രവിയോട് തന്നെയല്ലേ പറഞ്ഞു, എ ലോട്ട് ഓഫും അലോട്ടും അല്ലേ? അതിൽ അലോട്ടിൽ എ കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് വേണം. ഓക്കെ, എൻ്റെ അടുത്തായിരുന്നു പ്രോബ്ലം ഹരി, എൻ്റെ മിസ്റ്റേക്കാണ്, ഞാനതിൻ്റെ തെറ്റ് ഹരി. കൊള്ളാം. ടാസിറ്റേൺ മീനിങ് ഒന്നുകൂടി പറയാമോ? പറയാലോ. ടാസിറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലന്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി, അതായത് അധികം ഇച്ചിരി ഉൾവലിഞ്ഞ ആൾക്കാരാണ് എങ്കിൽ യു ക്യാൻ സേ ഐ എം എ ടാസിറ്റേൺ പേഴ്സൺ എന്ന് പറയാം. അല്ലെങ്കിൽ ഷീ ഈസ് എ ടാസിറ്റേൺ പേഴ്സൺ. ഇച്ചിരി റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്, റെറ്റിസെന്റ് ആയിട്ടുള്ള ആളാണ്, റിസർവ്ഡ് ആയിട്ടുള്ള ആൾ, അതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യാ. ഹീസ് നോട്ട് ട്രൈങ് ടു ടാസിറ്റ് പറയാൻ പറ്റില്ല. ഹീസ് നോട്ട് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ് അല്ലേ? ടാസിറ്റ് അഡ്ജക്റ്റീവ് ആണ്, വേർബ് അല്ല. താഹിറ വേർബ് അല്ല. ഷീ ഈസ് നോട്ട് ട്രൈങ് ടു കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് കൊടുക്കരുത്. ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. ഓക്കെ. എ മേജർ ഓവർഹോൾ ഓഫ് മെക്കാനിക്കൽസ് ക്യാൻ ബി, മെക്കാനിക്കൽസ് എന്ന് പറയുമോ? മെഷീൻസ് ആണ് ഉദ്ദേശിച്ചത്. ക്യാൻ ബി ടു ഫാർ അവേ. ഓക്കെ. മിനിസ്റ്റർ അവെയർഡ് എ ന്യൂ എക്കണോമിക്കലി supporting scheme for intercaste married persons to overcome fortuitous financial problems. All right, great. Okay, yes. All right. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം അല്ലേ? സമയമായി, നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകണം. We have lots and lots to learn. Final set, onslaught. Onslaught എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? There was an onslaught at the junction എന്ന് പറഞ്ഞാൽ there was an assault, attack, aggression. വഴക്ക് വക്കാണം, അങ്ങനെ പ്രശ്നങ്ങൾ, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഓൺസ്ലോട്ട് എന്ന് പറയാം കേട്ടോ. ഓൺസ്ലോട്ട്.
നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മൾ ഇപ്പോൾ പറയാൻ പറഞ്ഞ കോർട്ട് ഇൻ്റർവീൻ ചെയ്യണം, കാരണം എന്താ റിലീജിയസ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാണ്. ദർ വാസ് ഓൺസോ അസോൾട്ട് ഓൺ റിലീജിയസ് മൈനോറിറ്റീസിനെ ഓൺസ്ലോട്ട് ചെയ്യുന്നു, അസോൾട്ട് ചെയ്യുന്നു, അങ്ങനെ അർത്ഥമുണ്ട്. അസോൾട്ട് നൗണാ, ഓക്കെ. ഓൺസ്ലോട്ട് നൗൺ. അസോൾട്ട് ചെയ്യാൻ വേർബും ഉണ്ട്, അറ്റാക്ക് ചെയ്യാൻ വേർബും ഉണ്ട്, പക്ഷേ ഓൺസ്ലോട്ട് നൗണാണ്. ഓക്കെ. അടുത്ത മലീഷ്യസ്. മലീസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വയ്ക്കുക, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് ഹാമാണ്. മലീസിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് മലീഷ്യസ്. മലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗണ്, ദാറ്റ് മീൻസ് ഹാം. മലീസ് എന്ന് പറഞ്ഞാൽ ഹാം, ഉപദ്രവം, കേട്ടോ. ഓക്കെ. അപ്പോൾ മലീസ് നൗണ്, അർത്ഥം ഹാം, ഉപദ്രവം എന്നാണ്. മലീഷ്യസ് മീൻസ് സ്പൈറ്റ്ഫുൾ, മാലവലന്റ്. മാല എന്ന വാക്കിന്റെ അർത്ഥം, മാൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നെഗറ്റീവ് ആണ് കേട്ടോ. മാൽ എന്ന വാക്കിന്റെ അർത്ഥം നെഗറ്റീവ് ആണ് കേട്ടോ. സോ മാൽന്യൂട്രീഷൻ എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ മാലവലന്റ്. ഓക്കെ. ബെനവലന്റിന്റെ ഓപ്പോസിറ്റ് മാനവലന്റ്. ബെനവലന്റ് വളരെ കൈൻഡ് ആണ്, അല്ലേ? ബെനവലന്റ് ഓപ്പോസിറ്റ് ഓർത്ത് വെച്ചോണേ. ചില വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കണം, കാരണം എക്സാമിന് വരാൻ ചാൻസ് ഉള്ളു. ബെനവലന്റ് ആണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞത് ബെനവലന്റ്, ഓർമ്മയുണ്ടോ? ബെനവലന്റ്, യെസ്. ബെനവലന്റ് എന്ന് പറയുന്ന വാക്ക് കൈൻഡ് എന്നാണ് അർത്ഥം. അഡ്ജക്റ്റീവ് തന്നെയാണ് കൈൻഡ്. ഓക്കെ. ഓപ്പോസിറ്റ് എന്താണ്? മാലവലന്റ്. ഓക്കെ. വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ളൊരു മനുഷ്യൻ, ഉപദ്രവിക്കുന്ന ഒരാളെ. ഓക്കെ. അടുത്തത്, അപ്പോൾ അത് മലീഷ്യസ്. അടുത്ത അബെയ്റ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അബെയ്റ്റ് മീൻസ് സബ്സൈഡ് ചെയ്യുക, കുറയ്ക്കുക. അതിൻ്റെ ഇത് കുറച്ച് കളയുവാണ്, ഒരു ലെവൽ കുറയ്ക്കുക, അല്ലേ? ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയാണ്. ലെറ്റപ്പ് ചെയ്യുക, ഞാനപ്പോൾ പറഞ്ഞില്ലേ, ഫ്രേസൽ വെർബ് ഓർത്തിരിക്കണം. ഒരു ലെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സബ്സൈഡ് ചെയ്യുക, കുറയ്ക്കുക എന്നാണ് അർത്ഥം. ഡിമിനിഷ് ചെയ്യുക എന്നാണ് അർത്ഥം. ലെസൺ ചെയ്യുക എന്നാണ് അർത്ഥം, അല്ലേ? അബെയ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കിയേ, എന്തിൻ്റെ ഓപ്പോസിറ്റാ ശരിക്കും? അബെയ്റ്റ് എന്തിൻ്റെ ഓപ്പോസിറ്റാ? നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണ്ടേ? അബെയ്റ്റ് എന്തിൻ്റെ ഓപ്പോസിറ്റാ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. അബെയ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഓപ്പോസിറ്റ് ഓഫ് എന്ത്? അഗ്രവേറ്റിൻ്റെ, അല്ലേ? അഗ്രവേറ്റ് ചെയ്യുക, വേഴ്സൺ ചെയ്യുക, കൂട്ടുകയാണ്. ഒരു കാര്യത്തിൽ ഇത് കൂട്ടുകയാണല്ലേ ചെയ്യുക നമ്മൾ. വേഴ്സൺ ചെയ്യുമല്ലോ, ഇൻറ്റൻസിഫൈ ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് അബെയ്റ്റ് ചെയ്യുക. അഗ്രവേറ്റ് ചെയ്യുക, കൂട്ടുന്നു. അബെയ്റ്റ് ചെയ്യുക, കുറയ്ക്കുന്നു, അല്ലേ? ഓർത്ത് വയ്ക്കുക, അല്ലേ? ആന്റണിംസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. കണക്ട് ചെയ്യണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. അടുത്ത ഫ്ലാഗ്രന്റ് പറയുമ്പോൾ ഫ്രാഗ്രന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അരോമാറ്റിക് ആണ് എന്നാണ് അർത്ഥം. ഫ്രാഗ്രന്റ് അത് പോസിറ്റീവ് മീനിങ് ആണ് കേട്ടോ. അതും ഇതും തമ്മിൽ ബന്ധവേ ഇല്ലാത്തൊരു വാക്കാണ്. അതൊന്നും ഞാൻ പഠിപ്പിച്ചേക്കാം ആദ്യം. ഓക്കെ. നമ്മൾ ഫ്ലാഗ്രന്റ് പഠിക്കുമ്പോൾ ഫ്രാഗ്രന്റ് കൂടെ ഓർക്കണം. ഫ്രാഗ്രന്റ് എന്ന് പറഞ്ഞാൽ ഫ്രാഗ്രന്റ് ആണ്, വളരെ എന്താ പറയുക, നല്ല അരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലുള്ള, അരോമാറ്റിക് ആയിട്ടുള്ള എന്നാണ് അർത്ഥം. നറുമണം എന്നൊക്കെ പറയില്ലേ, അതാണ്. പക്ഷേ സുഗന്ധം പരത്തുന്ന എന്നൊക്കെ പറയില്ല അത്. പക്ഷേ ഫ്ലാഗ്രന്റ് മീൻസ് വളരെ മോശമായ എന്തൊരു കാര്യമാണ്, സംതിങ് ബാഡ് ആണ്. ഇറ്റ്സ് ബ്ലേറ്റന്റ്, വളരെ ഗ്ലെയറിംഗ് ആയിട്ട്. എന്നാൽ അത് അത്ര എവിഡന്റ് ആണ്, അത്ര മോശമാണെന്ന് എവിഡന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഒബ്വിയസ് as well. സോ ഫ്ലാഗ്രന്റ് മീൻസ് ബ്ലേറ്റന്റ്, ഗ്ലെയറിംഗ്. ഓക്കെ. ബ്രൂട്ടൽ ആയിട്ടുള്ളത് എന്ന രീതിയിലൊക്കെ പറയില്ല, അങ്ങനെ അർത്ഥം. ബ്ലേറ്റന്റ്, ഗ്ലെയറിംഗ്, ഒബ്വിയസ്. പഠിച്ചിട്ടുള്ളതാണ്, പുതിയതൊന്നുമല്ല. പക്ഷെ പുതിയ സെറ്റ് ഓഫ് കുട്ടികൾ കുറച്ച് പേര് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ. അടുത്ത അസേർട്ടൺ മീൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക, കണ്ടെത്തുക, ഡിസ്കവർ ചെയ്യുക, മേക്ക് ഷുവർ ഓഫ്, ഉറപ്പുവരുത്തുക. ദാറ്റ് ഇസ് അസേർട്ടൺ ചെയ്യുക മീൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഡിസ്കവർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ഓക്കെ. അടുത്തത് കണ്ട്യൂസീവ് കേട്ടിട്ടുണ്ടോ? കണ്ട്യൂസീവ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ, ബെനഫിഷ്യൽ, ഗുഡ് ഫോർ. നല്ലതാ. ഇറ്റ് ഈസ് കണ്ട്യൂസീവ് ടു യുവർ ഹെൽത്ത്. നല്ലതാ, ഇതിൻ്റെ ഹെൽത്തിന് നല്ലതാടാ, കഴിച്ചോ. You can eat it. It is conducive to health, good for health, favorable to health, beneficial to you എന്നുള്ള അർത്ഥം. ഓക്കെ. ഓർത്ത് വെച്ചോണം കണ്ട്യൂസീവ്. ഓർത്തോണേ. സെന്റൻസിലോട്ട് നോക്കട്ടെ. ദ ഗവൺമെന്റ് അവേർഡ് ദാറ്റ് ഡേ, അല്ലേ? ദാറ്റ് ഡേ അല്ലേ വരുന്നത്. ദ ഗവൺമെന്റ് അവേർഡ് ദാറ്റ് they bulldozed all the bus stands by fortuitous what? Fortuitous കഴിഞ്ഞിട്ട് ഇത് വേണ്ടേ? anticipated what? ബൈ കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് വേണമല്ലോ. അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് ഒരു നൗൺ വേണമല്ലോ. അഡ്ജക്റ്റീവിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു നൗൺ കൊടുക്കുക. കാരണം ബൈ ഒരു പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് നിർബന്ധം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നൗണോ പ്രൊനൗണോ കൊടുക്കണം. അപ്പം നൗൺ കൊടുക്കുക. അവിടെ എന്താ നൗൺ വേണ്ടേ? ഫോർച്യൂഷ്യസ് ഈവൻസ്, ഫോർച്യൂഷ്യസ് സംതിങ്. കേട്ടോ ദേവിക. ഹിസ് സക്സസ് ഡിപ്പെൻഡഡ് ഓൺ എ ഫോർച്യൂഷ്യസ് കോമ്പിനേഷൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. ഗ്രേറ്റ്. വി ഷുഡ് ബ്രീച്ച് അവർ ടാസിറ്റേൺ nature to face group discussions. Yes, satyam. Silent nature ka maatram, le? Our army tried to withstand the enemy onslaught. Yes, great. To maintain peace and harmony in society, onslaught towards religious minorities are to be removed. Okay, comma. അവിടെ ഒരു കോമ ഇല്ലെങ്കിൽ മീനിങ് മാറിപ്പോട്ടായിരുന്നു. ഈ കോമ ഇട്ട് കൊടുക്കുക. To maintain peace and harmony in society, comma, onslaught towards religious minorities are to be removed. റിലീജിയസിന്റെ സ്പെല്ലിംഗ് നോക്കി RILI ആണ്, LE അല്ല. ടൈപ്പോ ആണ്, എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രം. റിലിജൻ അല്ലേ? ദ UN അവെയർ അല്ലല്ലോ, അവേഴ്സ്. UN
സിംഗുലർ അല്ലേ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സിംഗുലർ. അപ്പോൾ അവേഴ്സ്, US-ൻ്റെ കൂടെ സിംഗുലർ കൊടുക്കുന്ന പോലെ സിംഗുലർ ഇവിടെ കൊടുക്കുക. ദ UN അവേഴ്സ് ദാറ്റ് ടുഡേ May 21st is celebrated as USL as World Day for Cultural Diversity, for Dialogue and Development, and Government of India വീണ്ടും awares that 21st May is the Anti-Terrorism Day. Awares അല്ലേ, awares രണ്ടിടത്തും ഗവൺമെൻറ് സിംഗുലർ, UN സിംഗുലർ, അത് ഓർക്കുക കേട്ടോ. ജിഷ്ണു, malicious prosecution filed against the parties was not good. Okay, persecution, great. Many people were drinking in the streets in flagrant defiance of the ban. Great. Kindly hit the like button. Oh yes, അത് തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടേ പിള്ളേരെ. നമ്മൾ ഇത്രയും വേർഡ്സ്, പുതിയ വേർഡ്സ് പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്കൊരു സ്നേഹമില്ലല്ലോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് ഗൈസ്. കൊള്ളാം. പോലീസ് അസേർട്ടഡ് ദ റീസൺ ബിഹൈൻഡ് മാവോയിസ്റ്റിന് ഈ വൈ ഇല്ല കേട്ടോ, MAVO മാവോയിസ്റ്റ്, IST മാവോയിസ്റ്റ്, വൈ വേണ്ട കേട്ടോ. ഓൺസ്ലോട്ട് ഓൺ കേരള. മൈ പേരൻസ് ക്രിയേറ്റഡ് എ കൺഡ്യൂസീവ് എൻവയൺമെന്റ് ഫോർ മൈ സ്റ്റഡി. ഓക്കെ. Tamil Nadu Forest Department asserted a new variety of snake in Ooty. വെറൈറ്റി ഓഫ് സ്നേക്ക് അല്ല, വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി കഴിഞ്ഞിട്ട് എപ്പോഴും പ്ലൂറൽ കൊടുക്കുള്ളൂ. വെറൈറ്റി ഓഫ് സ്നേക്സ്, വെറൈറ്റി ഓഫ് സ്നേക്ക് അല്ല, വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് എന്നുള്ള അർത്ഥം. അപ്പോൾ വെറൈറ്റി ഓഫ് സ്നേക്സ്, ഓക്കെ കൊടുക്കണേ. വെറൈറ്റി ഓഫ് സ്നേക്സ് ഇൻ ഊട്ടി വിച്ച് മലീഷ്യസ് ഓൺസ്ലോട്ട് അല്ല, which creates malicious onslaught എന്ന് കൊടുക്കാം. which creates malicious onslaught in nature എന്ന് കൊടുക്കാം. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് asserted a new variety of snakes in Ooty which creates malicious onslaught in nature. എന്ന് കൊടുക്കാം. flagrant and malicious intention behind crime. intention ആണ്, അപ്പോൾ ആറല്ല, is to be ascertained by the police. flagrant and malicious intention, ഇന്റൻഷൻ ആണ് ഇവിടുത്തെ വേർബ് കേട്ടോ. അപ്പൊ അവിടെ എന്ത് സബ്ജക്ട്, അപ്പൊ എന്ത് കൊടുക്കണം, ഈസ് ആണ് കേട്ടോ. ആരത് വേണ്ടേ, ഈസ് ടു ബി അസേർട്ടഡ് ബൈ ദ പോലീസ്. ഓക്കെ. ദ എൻറ്റയർ വേൾഡ് റിക്വസ്റ്റഡ് ഫോർ എ അബേറ്റ്മെന്റ് ഓഫ് ഓൺസ്ലോട്ട് ഓഫ് റഷ്യ ഇൻ ടു യുക്രൈൻസ് ടെറിട്ടറി. യെസ്, ഹി ഫൈനലി അസേർട്ടഡ് ദ ഫാക്ട് ബട്ട് ഹി ഡിഡ്ന്റ് ഗെറ്റ് ഇനഫ് ടൈം ടു റെക്ടിഫൈ. റെക്ടിഫൈഡ് ഇറ്റല്ല, റെക്ടിഫൈ. 2ന്റെ കൂടെ ഒരിക്കലും V3 കൊടുക്കില്ല കേട്ടോ. V2 V3 ഒന്നും കൊടുക്കില്ല പ്രവി. ടു റെക്ടിഫൈ ഇറ്റ്, ടു കറക്റ്റ് ഇറ്റ് കേട്ടോ. Yeah, the bloody onslaught made the entire village into fear. Okay, all right. Okay, അപ്പോൾ into fear കൊടുക്കണ്ട. അതിൽ ഏറ്റവും എളുപ്പം പറയട്ടെ ദേവിക, the bloody onslaught made the entire village afraid എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ frightful എന്ന് കൊടുത്താലും കുഴപ്പമില്ല. The injection will abate your pain little bit. ലിറ്റിൽ ബിറ്റ് അല്ല, a little bit. ലിറ്റിൽ ബിറ്റും a little ബിറ്റും തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ലേ രേവതി? ഇഞ്ചക്ഷൻ ഇച്ചിരി വേദന കുറയ്ക്കുമല്ലേ, അപ്പോൾ a little bit. A little bit. A ലിറ്റിലും തമ്മിലുള്ള ഡിഫറൻസ് അറിയാലോ, ഓർത്ത് നോക്കിക്കേ. ദ മലീഷ്യസ് ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റേറ്റ് ഇസ് നോട്ട് ഇംപ്രൂവിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലൈഫ്സ് ഓഫ് പുവർ. ഇസ് അല്ല അവിടെ ദേവിക, ആക്ടിവിറ്റീസ് ആണ്, അത് പ്ലൂറൽ ആണ്. അപ്പോൾ എന്ത് കൊടുക്കണം, ദ മലീഷ്യസ് ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റേറ്റ് ആർ നോട്ട് ഇംപ്രൂവിംഗ് കേട്ടോ. നൗഡേ അല്ല കേട്ടോ ബേസിൽ, നൗഡേയ്സ് phrase nowadays ഈയിടെയായിട്ട് nowadays comma we can see politicians provoke malicious activities. That's right, nowadays മാത്രം ആക്കിയാൽ മതി കേട്ടോ. Our army tried to withstand the enemy onslaught. Great. It is a conducive food and it will abate glucose level in your blood. Okay. The disparity towards women has abated nowadays. Okay, great. It is conducive for all the aspirants. Conducive കൂടെ to ഉപയോഗിക്കും. Conducive to somebody, conducive for something. സംതിങ്ങിൻ്റെ കൂടെ ഫോറും സംബഡിയുടെ കൂടെ ടു ആണ് ഉപയോഗിക്കുന്നത്. ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ conducive to ആണ്. It is conducive to all the aspirants ആണ്. As Adda started editorial session in Malayalam which helps us to tacit everything easily. Tacit അല്ല, tacit adjective ആ, to understand everything easily. I'm happy to help you. I'm so honored. The conducive nature of weather bring അല്ല, brings. സൗമ്യ, weather singular അല്ലേ, അല്ല നേച്ചർ സിംഗുലർ അല്ലേ, കൺഡ്യൂസീവ് നേച്ചർ സിംഗുലർ. അപ്പം എന്ത് കൊടുക്കണം, കൺഡ്യൂസീവ് നേച്ചർ ഓഫ് വെദർ ബ്രിങ്സ് ഹോപ്പ് ടു ദ ഫാമേഴ്സ് ഓഫ് ഡ്രൗട്ട് അഫക്റ്റഡ് ഏരിയാസ്. മനസ്സിലായി രേവതി, സെറ്റായില്ല, അത് മതി. മനസ്സിലായെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, കത്തിയെങ്കിലും ഒരു കുഴപ്പമില്ല. കൺഡ്യൂസീവ് ഡിസിഷൻ ടേക്കൺ ബൈ അവർ പേരൻസ് ഹെൽപ്ഡ് us to achieve our target properly. Yes. My doctor is advice ആണോ, അല്ല, my doctor is advice അല്ല, my doctor advised me വേണം അല്ലേ. മൈ ഡോക്ടർ അഡ്വൈസ്ഡ് മീ കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അഡ്വൈസിൻ്റെ SC ആണ്, CE അല്ല. മൈ ഡോക്ടർ അഡ്വൈസ് മീ ടു ടേക്ക് കൺഡ്യൂസീവ് ഫുഡ് ഫോർ റിക്കവറിങ് മൈ ഹെൽത്ത്. മൈ ഡോക്ടർ അഡ്വൈസ് മീ ടു ടേക്ക്
ഓക്കെ, അത് ഗ്രീഷ്മ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അത് മൈ ഡോക്ടർ കഴിഞ്ഞിട്ട് ഈസ് വരില്ല, കാരണം ഡോക്ടറെ അഡ്വൈസ് ചെയ്തു എന്നല്ല, ഡോക്ടർ എന്നെ അഡ്വൈസ് ചെയ്തു എന്നല്ല, അപ്പോൾ ആക്റ്റീവ് വോയിസിൽ കൊടുക്കണം. മൈ ഡോക്ടർ അഡ്വൈസ്ഡ് മീ, അഡ്വൈസിൻ്റെ ഒബ്ജക്റ്റും വേണം, അഡ്വൈസ്ഡ് മീ ടു ടേക്ക്, അങ്ങനെ വേണം കേട്ടോ. The flagrant action of the PM is not helping us. Okay? Yes, to rectify. Great. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളോട്ടോ സമയമായില്ലേ, ആർട്ടിക്കിളോട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അസ്ത്ര എന്ന് പറഞ്ഞ SSCയുടെ ഫൗണ്ടേഷൻ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവസാന മുഹൂർത്തത്തിൽ പഠിക്കാൻ നിൽക്കരുത്. SSC നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇറ്റ്സ് അഡ്വാൻസ്ഡ്. ഇംഗ്ലീഷ് ആണെങ്കിലും അതുപോലെ മാത്സ് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും GK ഒക്കെ ആണെങ്കിലും പറയാം അഡ്വാൻസ് ലെവലിൽ ചോദ്യമാണ്. അപ്പോൾ വളരെ വൈഡായിട്ട് പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കണം. അപ്പോൾ SSC MTS ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങണം. ജൂൺ 13 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. വരിക, ജോയിൻ ചെയ്യുക. നമ്മൾക്ക് 299 ആണ് നിങ്ങളുടെ കോഴ്സ് കിട്ടുക. പക്ഷെ അത് 500 രൂപ കുറയും, ഒരു 2400 സംതിങ്ങിന് കിട്ടും. വെൻ യു യൂസ് മൈ കോഡ് Y314, Y314 എന്ന കോഡ് അടിച്ചു കൊടുത്താൽ മതി. ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും കയറാം കേട്ടോ, മറക്കണ്ട. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അശ്വമേധം കോഴ്സ് ഉണ്ട്, നമ്മുടെ കേരള PSCയുടെ ഒരു ഫൗണ്ടേഷൻ ബാച്ച്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇതും ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കേരള PSCയുടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം. എ ടൈംലി റിമൈൻഡർ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലേ, നമുക്ക് എന്തോ കോർട്ട് നമ്മൾക്ക് എന്താ കൊടുക്കുന്ന ഒരു റിമൈൻഡർ തരുവാണ്. നമുക്ക് അതിനെപ്പറ്റി നമുക്കൊരു കോർട്ടല്ല, നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യണം, നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മപ്പെടുത്തൽ, റിമൈൻഡർ മീൻസ് ഓർമ്മപ്പെടുത്തൽ അല്ലേ. നോക്കാം, എ ടൈംലി റിമൈൻഡർ. വാട്ട്സ് ഇറ്റ്? കറക്റ്റ് ടൈം, ആപ്റ്റ് ടൈമിലുള്ള റിമൈൻഡർ അല്ലേ എന്ന് നോക്കാം അല്ലേ. ദ സെൻറ്റർ ഷുഡ് ബി മോർ conciliatory towards states' fiscal dilemmas and GST concerns. അപ്പോൾ സെൻറ്റർ കുറച്ചുകൂടെ ഒന്ന് ഞങ്ങൾ മുഖവരക്കെടുക്കുക, ഞങ്ങളുടെ കാര്യങ്ങളൊന്ന് മുഖവരക്കെടുക്കുക. സ്റ്റേറ്റിൻ്റെ ഫിസ്ക്കൽ ഡിലമസ് അല്ലേ, ഇയർ ബൈ ഇയർ ഉള്ള ഡിലമസ്, കൺഫ്യൂഷൻസും GST കൺസേൺസും ഉണ്ട്. അതിനെ ഒന്ന് എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഒന്ന് പാസിഫൈ ചെയ്ത് കുറച്ചുകൂടെ ഒരു സമാധാനപരമായിട്ട് അതിനെ ഒന്ന് കാണാനുള്ളൊരു മനസ്സ് കാണിക്കണം സെൻറ്റർ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം അത്. അപ്പോൾ വൊക്കാബൊക്കെ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ. അതുപോലെ ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലൈക്ക് ഇടാത്തവർ ലൈക്ക് ചെയ്യുക. The malicious software made flagrant problems to your computer. It is better assert the service of an antivirus software. Great. The place itself should be conducive to study without being too comfortable. Okay. Suit abated as a result of non-appearance of parties. Okay. Suit. All right. Yes. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആർട്ടിക്കിളോട്ട് പോലെ നമ്മൾ യെസ്, pronouncing its verdict on a protracted dispute over the levy of goods and taxes services tax GST on ocean freight charges paid by importers, the Supreme Court on Thursday held that such a tax was untenable. Its 153-page judgment has also dwelt at length on the nature of the recommendations of the GST Council, the constitutional body set up to oversee the operations of indirect tax regime. Invoking the spirit of cooperative federalism, the court has held that both the പറഞ്ഞിരുന്നതാണ്. അപ്പോൾ കോർട്ട് കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു, പ്രൊക്ലെയിം ചെയ്തു, ഡിക്ലെയർ ചെയ്തു അല്ലെ, പ്രൊക്ലെയിമിങ്, അനൗൺസിങ് അല്ലെ. കോർട്ട് എന്ത് ചെയ്തു, അനൗൺസ് ചെയ്തു. എന്താ അനൗൺസ് ചെയ്തത്? വിധി അനൗൺസ് ചെയ്തല്ല, അനൗൺസിങ് ദ വേർഡിക്റ്റ്. ഒരു വളരെ പ്രൊട്രാക്റ്റഡ് ആയിട്ടുള്ള, അതായത് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട് കൊടുക്കുവാണ്. എന്തിനെപ്പറ്റി? GST പറ്റിയൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു, അതിനെപ്പറ്റിയുള്ളൊരു വിധിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് കോർട്ട് പറഞ്ഞ എന്താ, ഓഷ്യൻ ഫ്രൈറ്റ് ചാർജസ്, ഓഷ്യൻ്റെ ഇതില്ലേ, മറ്റേ ലോഡ്, ഓഷ്യനിലൂടെ പോകുന്ന ലോഡ് അല്ലേ, അതിനുള്ള ചാൻസിന് ഇമ്പോർട്ടേഴ്സിന് വേണ്ടി കൊടുത്ത GSTയുടെ പൈസയുടെ എമൗണ്ട് കേട്ടോ, അതിൽ സുപ്രീം കോർട്ട് ഇടപെട്ടു. എന്നിട്ട് തേഴ്സ്ഡേ എന്നിട്ട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ടാക്സ്, ഇത്രയും വലിയ ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ. നമുക്കതിനെ ഇൻഡിഫെൻസിബിൾ ആണ്, അതിനൊന്നും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഡിഫെൻസിബിൾ, ഡിഫെൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ടാക്സ് ആയിപ്പോയി. അതായത് ഇതിൻ്റെ 153-ാമത്തെ പേജിൽ ജഡ്ജ്മെന്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട്, അറ്റ് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. റെക്കമെൻഡേഷൻ ഓഫ് ദി GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി സെറ്റപ്പ് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ ഓപ്പറേഷൻസിനെ, ഈ ടാക്സിന്റെ ഇൻഡയറക്ട് ടാക്സ് റെഷീം എവിടുന്ന, എങ്ങനെ ഇൻഡയറക്ട് ടാക്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനലിനെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കൗൺസിലിനെ തന്നെ സെറ്റ് ചെയ്ത് തന്നെ മൊത്തം അനലൈസ് ചെയ്തു. അപ്പോൾ ഇൻവോക്കിംഗ് ദ സ്പിരിറ്റ് ഓഫ് കോർപ്പറേറ്റീവ് ഫെഡറലിസത്തിന്, കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഫെഡറലിസം, എല്ലാവരും കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഫെഡറലിസം വേണം. അതിൻ്റെ സ്പിരിറ്റ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്തു. ബോത്ത് ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഹാവ് ഈക്വൽ, simultaneous and unique powers to make GST laws, and the recommendations of the councils, where they have 1/3 and 2/3 voting share respectively, are not binding on them. അപ്പോൾ ഇവിടെ പറയുന്നത് എന്നാണെന്നറിയോ, നമ്മുടെ 2 തവണ റെക്കമെൻഡേഷൻസ് ഇട്ടു. ദാറ്റ്സ് മൈ ബാഡ്, ഞാനത് തിരുത്തിക്കേളാം കേട്ടോ. ഇത് കഴിയുമ്പോൾ ഞാൻ തിരുത്തത് ടൈപ്പോ ആണ് എൻ്റെ, 2 തവണ ഇട്ട് പോയി, സോറി. അപ്പോൾ ഇത് പറയുന്നത് എന്നാണെന്നറിയോ, നമ്മുടെ GST കൗൺസിലിൻ്റെ ഇതനുസരിച്ച്
യൂണിയൻ ഗവൺമെന്റിനും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈക്വൽ ആയിട്ടുള്ള സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള യൂണിക് പവേഴ്സ് ഉണ്ട് GST ലോസ് മേക്ക് ചെയ്യാൻ. ഇപ്പം ഞാനൊരു പുതിയ GST ലോ ഇറക്കുവാണ്, സ്റ്റേറ്റിനും അതേ പവറാണ്, യൂണിയനും അതേ പവറാണ്, യൂണിയൻ ഗവൺമെന്റ് അതേ പവറാണ്, രണ്ടുപേർക്കും അത് ഇടപെടാം, ഒരു പ്രശ്നവുമില്ല. വെർ ദേ ഹാവ് 1/3 and 2/3 വോട്ടിംഗ് ഷെയർ. 1/3 ഉണ്ട് ആർക്ക്? 1/3 2/3 വോട്ടിംഗ് ഷെയറും ഉണ്ട് നമ്മുടെ 1/3 യൂണിയൻ ഗവൺമെന്റിന്, 2/3 മറ്റേ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ട്, വോട്ടിംഗ് ഷെയർ ഉണ്ട് ശരിക്കും. ഏതാണ് GST ഏത് തീരുമാനിക്കാനുള്ള വോട്ടിംഗ് ഷെയർ ശരിക്കും അവർക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെറ്റ് പിന്നെയും പോയോ? തിരിച്ചു വന്നു പിള്ളേരെ. ഞാൻ ബഫറിംഗ് ആയിരുന്നല്ലേ. അപ്പോൾ ഇത്ര ഉള്ള പറഞ്ഞു വന്നത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് പറയാം. ബഫറിംഗ് ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. യൂണിയൻ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റും ലെജിസ്ലേച്ചറിനും ഒരേപോലെ പ്രാധാന്യമുണ്ട്, ഈക്വൽ ആയിട്ടുള്ള സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള യൂണിക് പവർ ഉണ്ട് GST ലോസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. ആ റെക്കമെൻഡേഷനെ പറ്റിയാണ് ഇവിടെ കൗൺസിലിൽ സുപ്രീം കോടതി ഇടപെട്ട് പറയുന്നത്. അതായത് 1/3 നമ്മുടെ യൂണിയൻ ഗവൺമെന്റിനും അതുപോലെ തന്നെ 2/3 നമ്മുടെ മറ്റേ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിലോട്ട് പോട്ടോ. While amending the constitution to pave way for the tax system that subsumed multiple central and state levies, Parliament had intended for the Council's recommendations to only have a persuasive value as per the court. This has sparked fears that individual states can start vetoing the Council's recommendations that they do not agree with. And അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തപ്പോൾ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു അവസരം ഒരുക്കി. ഇറ്റ് മെയ്ഡ് ഇറ്റ് ഈസിയർ ടു മേക്ക് ഈസിയർ ടാക്സ് സിസ്റ്റത്തിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവീസ്, ഒരുപാട് സെൻട്രലിൻ്റെ ടാക്സുകളുണ്ട്, സ്റ്റേറ്റിൻ്റെ ടാക്സുകളുണ്ട്, അതിനൊക്കെ കൂടെ എന്ത് ചെയ്തു? സബ്സ്യൂം ചെയ്തു. ആ സബ്സ്യൂം ചെയ്തിട്ട് പാർലമെന്റ് എന്ത് ചെയ്തു? കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് പറഞ്ഞു ഒരു പെർസ്യൂസീവ് വാല്യൂ കൊടുത്താൽ മതി അല്ലേ. മൊത്തത്തിൽ എല്ലാവരും സെപ്പറേറ്റ് കൊടുക്കണ്ട, ഒരു പെർസ്യൂസീവ് വാല്യൂ കൊടുക്കാം, ഒരു നമുക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കാം, എല്ലാവർക്കും കൺവിൻസിംഗ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുത്താൽ മതി, അല്ലാതെ എല്ലാ വാല്യൂ കൂടെ കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് കോർട്ടിന്റെ നടപടി പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സിന് ഒരു പണിയാണ് കിട്ടിയേക്കുന്നത്. അവർക്ക് ശരിക്കും ഒരു പേടിയായി. ദാറ്റ് ഹാസ് സ്പാർക്ഡ് ഫിയേഴ്സ് ദാറ്റ് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ് ക്യാൻ സ്റ്റാർട്ട് റീവൂറ്റോയിങ്. അപ്പോൾ യൂണിയൻ ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലായി, എന്തായി? ഇവർക്ക് വേണമെങ്കിൽ വീറ്റോ പവർ ഉണ്ട്, അതിനോട് നോ പറയാം അല്ലേ. നമ്മുടെ UN-ലൊക്കെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ വീറ്റോ പവർ ഉള്ള പോലെ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് എന്തുണ്ട്? വീറ്റോ പവർ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് വേണമെങ്കിൽ നോ പറയാം. ദാറ്റ് ദേ ഡു നോട്ട് എഗ്രി വിത്ത്, ഞങ്ങൾക്ക് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് വീറ്റോ പവർ ഉണ്ട് അവിടെ കേട്ടോ. കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് വീറ്റോ പവർ ഉണ്ട്. ആൻഡ് റിഫ്യൂസ് ടു ഇംപ്ലിമെന്റ് ദം, വേണമെങ്കിൽ അത് വേണ്ട, റിഫ്യൂസ് ചെയ്യാം, ഞങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യില്ല. thus threatening the one nation one tax edifice of a reform that took years to bring about. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം വരുന്നത്? അവിടെ നമുക്കൊരു ത്രെറ്റാ, അവിടെ നമുക്കൊരു പണി കിട്ടും. വൺ നേഷൻ വൺ ടാക്സ് എഡിഫിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തായിരുന്നു അല്ലേ. ഒരു നേഷന് ഒരു ടാക്സ് സിസ്റ്റം അല്ലേ, ഒരു രാജ്യത്തിന് ഒരു ടാക്സ് സിസ്റ്റം എന്നൊരു സ്ട്രക്ചറൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വന്നായിരുന്നു. ആ സ്ട്രക്ചർ, അങ്ങനൊരു നമ്മുടെ സിസ്റ്റം, അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യുവാണ്? തകരാറാകും. അങ്ങനെ അതും എത്ര വർഷങ്ങളെടുത്ത് നമ്മൾ കൊണ്ടുവന്നതാണേ. നമ്മൾ കൊണ്ടുവന്ന് എടുത്ത സാധനമാണ്. അതിനെ നമ്മൾ നഷ്ടത്തിലാക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ. അപ്പോൾ opposition rule states, അപ്പോൾ അതിനെപ്പറ്റി ബാക്കി നോക്കാം. opposition rule states have hailed the verdict as upholding the rights vis-a-vis what few terms as arbitrary imposition of state centers decisions in the council. The finance ministry has sought to quell anxiety by indicating that the court has only elaborated on council's existing arrangement and the status quo would continue. States can already reject the council's decisions but none has chosen to so far, it said. അപ്പോൾ പറഞ്ഞു വന്നതാണ്, നമ്മുടെ ഒപ്പോസിഷൻ റൂൾ ചെയ്യുന്ന സ്റ്റേറ്റിന് ശരിക്കും അവരിതിനെ വളരെ പ്രൈസ് ചെയ്തു. ഫെയിൽ ചെയ്യുക, പ്രൈസ് ചെയ്യുക, ഒരുപാട് അനുമോദിച്ചു. പ്രൈസ്ഡ് ദ വേർഡിക്റ്റ്, കൊള്ളാലോ, അടിപൊളി വേർഡിക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞു. കാരണം അവരെന്താ പറയുന്നത്? ഈ റൈറ്റ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആർബിട്രറി ഇമ്പോസിഷൻസോട് കൂടി ചേർന്നിട്ടാ ഇൻ റിലേഷൻ ടു കുറച്ച് ഇതുകൂടെയാണ് വരുന്നത്. അതായത് സെൻട്രലിൻ്റെ ഡിസിഷൻസ്, കൗൺസിലെ സെൻട്രലിൻ്റെ ഡിസിഷൻസിനോട് കുറച്ച് ആർബിട്രറി ഇമ്പോസിഷനോട് കൂടി ചേർന്ന് വരുന്നതുകൊണ്ട് ഓപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റ്സിന് ഇത് എന്താ പറയുക താല്പര്യമായി, ഇതിനോട് ഓക്കെയാണ് അവർക്ക്. പക്ഷേ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്. ഫിനാൻസ് മിനിസ്റ്റർ എന്തിനു വേണ്ടി നോക്കുന്നത്? ടു എൻഡ് ആൻസൈറ്റി, ഇങ്ങനെയുള്ള ആൻസൈറ്റി ഒന്ന് എൻഡ് ചെയ്യുക, ക്വല്ലിയ എൻഡ് ചെയ്യുക അല്ലേ, എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്റ്റാമ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ബൈ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ്, അവർ ഇൻഡിക്കേറ്റ് ചെയ്ത് ഇങ്ങനെയാണ്. കോർട്ട് എലാബറേറ്റ് ചെയ്തത്
ജസ്റ്റ് എലാബറേറ്റ് ചെയ്തോളൂ. ഓൺലി എലാബറേറ്റഡ് ദ കൗൺസിൽസ് എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ്. കൗൺസിലിന്റെ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റാറ്റസ് കോ ഇപ്പോൾ ഉള്ള അവസ്ഥ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. എക്സിസ്റ്റിംഗ് അഫയേഴ്സ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ജസ്റ്റ് ഒരു ഇത് കോർട്ടൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ കൗൺസിലിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഒരു മാറ്റമില്ല, നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്. നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ്സിന് ഓൾറെഡി റിജക്ട് ചെയ്യാം, കൗൺസിലിൽ ഡിസിഷൻസ് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. ബട്ട് നൺ ഹാസ് ചോസൺ ടു ഇറ്റ് സോ ഫാർ. പക്ഷെ ഒരു സ്റ്റേറ്റ് ഇതുവരെ ചെയ്തില്ല. വേണമെങ്കിൽ കോർട്ടിന് ഓൾറെഡി റിജക്ട് ചെയ്യാം കേട്ടോ, കൗൺസിൽ പറഞ്ഞ കാര്യം ഡിസിഷനെ വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. പക്ഷേ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ. ലെറ്റ്സ് സീ നെക്സ്റ്റ് പാരഗ്രാഫ്. വൈൽ നോർത്ത് ബ്ലോക്ക് undertakes a detailed review of the verdict, it is pertinent that it had argued that if the council's recommendations were not binding, it would lead to an impasse and the entire GST structure would crumble. This does not hold water, the court averred. That it has struck down a tax notified 2 days prior to the launch of the GST regime, just as it is on the verge of completing 5 years, is perhaps a fortuitous nudge for introspection on its journey and the way ahead. At worst, it can trigger more contestations in council meetings and at best confuse a fresh sense of നോക്കാട്ടോ. അപ്പോൾ നോർത്ത് ബ്ലോക്ക് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ, ഈ വേർഡിക്റ്റിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ എടുക്കുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് പെർട്ടിനൻറ്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു എസെൻഷ്യൽ ആയിട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ട് കാണാൻ പറ്റും. കാണാൻ പറ്റും കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബൈൻഡിങ്. ശരിക്കും അതൊരു വീണ്ടും ഒരു ഊരാക്കുടുക്കിലോട്ട് വരാം. ഇറ്റ് വുഡ് ക്രിയേറ്റ് ഊരാക്കുടുക്ക്. ആൻഡ് ഇനി എൻറ്റയർ GST സ്ട്രക്ചറിനെ മൊത്തം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊളാപ്സ് ചെയ്യാനുള്ളൊരു രീതിയിലോട്ട് വരാനുള്ള ഒരു ചാൻസ് ഈ പറയുന്നതിനുണ്ട്. കാരണം എല്ലാ സ്റ്റേറ്റ്സിനും ഇങ്ങനെ ഒരു വീറ്റോ പവർ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ദിസ് ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാലിഡ് ആയിട്ട് ഡസ് നോട്ട് അപ്പിയർ വാലിഡ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല, സെൻസിബിൾ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. അതാണ് കോർട്ട് പറയുന്നത്. കോർട്ട് സ്റ്റേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്, അതൊരു വാലിഡ് ആയിട്ട് തോന്നുന്നില്ല. ദിസ് ഹാസ് ആൻഡ് ദാറ്റ് ഇറ്റ് ഹസ് സ്ട്രക്ക് ഡൗൺ എ ടാക്സ് നോട്ടിഫൈഡ് 2 days prior to the launch of the GST regime. ശരിക്കും പറഞ്ഞാൽ അതെന്താ വെച്ചാൽ ഇതെന്ത് ചെയ്തു, നള്ളിഫൈ ചെയ്തു. സ്ട്രക്ക് ഡൗൺ ചെയ്യുക, നള്ളിഫൈ ചെയ്തു. എന്താണ് ഒരു ടാക്സ് നോട്ടിഫൈ ചെയ്തു കഴിഞ്ഞ 2 ദിവസം മുമ്പ്, GST ലോഞ്ചിന് മുമ്പുള്ള ഒരു ടാക്സ് നോട്ടിഫൈ ചെയ്തതിനെ എന്ത് ചെയ്തു, സ്ട്രക്ക് ഡൗൺ ചെയ്തു, അനൽ ചെയ്തു കളഞ്ഞു, ക്യാൻസൽ ചെയ്തു, നള്ളിഫൈ ചെയ്തു കളഞ്ഞു. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് ഓൺ ദ വേർജ് ഓഫ് കംപ്ലീറ്റിംഗ് 5 years. ജസ്റ്റ് 5 വർഷം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും എന്ത് ചെയ്തു, അത് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ളത് ഒരു ഫോർച്യൂഷ്യസ് ഒരു പുഷ്. നഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പുഷ്, നമുക്കൊരു ഫോർച്യൂഷ്യസ് ആയിട്ടുള്ള ഒരു പുഷാണ്. അത് അൺആൻറ്റിസിപ്പേറ്റഡ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഒരു ആക്സിഡൻ്റൽ ആയിട്ടുള്ള ഒരു പുഷായിരുന്നു. ആക്സിഡൻ്റൽ ഓക്കെ, അല്ലെങ്കിൽ അൺഫോർസീൻ നഡ്ജായിരുന്നു ഫോർ ഇൻട്രസ്പെക്ഷൻ ഓൺ ഇറ്റ്സ് ജേർണി ആൻഡ് ദ വേ ഹെഡ്. അപ്പോൾ ഈ 5 വർഷം ആയിക്കൊണ്ടിരിക്കുന്ന GST ഇംപ്ലിമെൻറ്റേഷന് ശേഷമുള്ള 5 വർഷം ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു എക്സാമിനേഷൻ, അതിൻ്റെ ഒരു ഇൻട്രോസ്പെക്ഷൻ്റെ അതിൻ്റെ പോക്ക് എങ്ങനെയുണ്ട്, ജേർണി എങ്ങനെയുണ്ടെന്നുള്ളതിന് ഇൻട്രസ്പെക്ഷന് ശരിക്കും പറഞ്ഞാൽ ഒരു പുഷ് കൊടുക്കുന്നതായിരുന്നു ഈ പറയുന്ന ഈ കഴിഞ്ഞ ദിവസത്തെ ഈ കോർട്ടിൻ്റെ ഈ പറച്ചിൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എന്തിനു പറ്റും, ഇത് കുറച്ചുകൂടെ കൗൺസിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമാകും അല്ലേ. കൂടിപ്പോയി എന്നാ സംഭവിക്കും അല്ലേ, അറ്റ് ദ വേഴ്സ്റ്റ് ഇറ്റ് ക്യാൻ ട്രിഗർ കുറച്ചുകൂടെ കൂടുതൽ കൗൺസിൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അറ്റ് ബെസ്റ്റ്. ഇനിയിപ്പോൾ അറ്റ് ബെസ്റ്റ് ആണെങ്കിലോ നല്ല കാര്യമാണെങ്കിലോ ഇറ്റ് ക്യാൻ ഇൻഫ്യൂസ് എ ഫ്രഷ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എമംഗ് മെമ്പേഴ്സ്. കുറച്ച് ഉത്തരവാദിത്തങ്ങൾ മെമ്പേഴ്സിന് കൊണ്ടുവരാനുള്ള ഒരു കാര്യം ഇത് ക്രിയേറ്റ് ചെയ്യും. ദ സെൻഡർ ഷുഡ് സ്ട്രൈവ് ടു ബി more conciliatory towards states' concerns and fiscal dilemmas, especially as their assured compensation clock winds down next month, rather than seek to bulldoze over thorny predicaments with the tacit support of NDA-ruled states in the Council. The Council should also meet more often to nurture the critical fiscal federalism dialogue in the right decision and minimize trust deficits. There are many pending reforms that require the center to work more cohesively with states to take India's economy forward and lift. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം സ്റ്റേറ്റ് എന്താ ചെയ്യേണ്ടത്, കുറച്ചുകൂടെ കൺസിലിയേറ്ററി ആയിട്ടുള്ള അപ്രോച്ചിലൂടെ ബിഹേവ് ചെയ്യണം സ്റ്റേറ്റിനോട്. കാരണം സ്റ്റേറ്റ് അല്ലേ, കുറേ സംസ്ഥാനങ്ങളുടെ കൺസേൺസും ഫിസിക്കൽ ഡിലമേഴ്സ് ഒക്കെ ഒന്ന് ഇത് ചെയ്യണം, എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം നിങ്ങൾ. എസ്പെഷ്യലി നമ്മൾ നോക്കിയേ, കോമ്പൻസേഷൻ ക്ലോക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൈൻഡ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൊക്കോണ്ടേയിരിക്കുകയാണ്, അടുത്ത മാസമാകുമ്പോഴേക്കും അത് നിൽക്കും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഡിലമേഴ്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഇയറിലോട്ട് ഇനി കേടുമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം,
ശരിക്കും പറഞ്ഞാൽ സെൻറ്റർ അതിന് വേണ്ടിയിട്ട് ആൻസറബിൾ ആണ്, അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അല്ലാതെ എല്ലാത്തിനും അങ്ങ് ഡിമോളിഷ് ചെയ്ത് കളയരുത്, ബുൾഡോസ് ചെയ്യരുത്, ഡിമോളിഷ് ചെയ്ത് കഴിയരുത്. എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രെഡിക്കമെൻറ്റ് വരുന്നു, ഡിഫിക്കൽറ്റി വരികയാണെങ്കിൽ, ഇപ്പോൾ അല്ലേ തോണിയായിട്ടുള്ള പ്രെഡിക്കമെൻറ്റ്സ്, അവസ്ഥകൾ വരുമ്പോൾ, ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് അങ്ങ് ഇംപ്ലൈഡ് സപ്പോർട്ട് കൊടുക്കുവാണ്. NDA റൂൾ സ്റ്റേറ്റ്സിൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അല്ലേ, കൗൺസിലിന് അങ്ങനത്തെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ആ പ്രെഡിക്കമെൻറ്റ്സിനൊക്കെ അങ്ങ് ഡിമോളിഷ് ചെയ്ത് കളയുകയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതല്ല. സ്റ്റേറ്റ് നേരെ നിന്നിട്ട് സ്റ്റേറ്റ് അല്ല സെൻറ്റർ എന്ത് ചെയ്യണം, സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന സപ്പോർട്ട് കൊടുക്കുക. ബിക്കോസ് ഈ ഫിസ്ക്കൽ ഡിലമയിൽ പെടുത്തിയിരിക്കുകയാണ്, അവർക്ക് കൺസേൺസ് ഉണ്ട്. അപ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യാൻ ഈ പറയുന്ന സെൻറ്റർ ബാധ്യസ്ഥനാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കൗൺസിൽ എന്താ ചെയ്യേണ്ടത്? കൗൺസിൽ കുറച്ചുകൂടി ഒരു കാര്യം ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യണം. മോർ ഓഫൺ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുക, മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നർച്ചർ ചെയ്യുക ക്രിട്ടിക്കൽ ഫിസ്ക്കൽ ഫെഡറലിസം ഡയലോഗ്. എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്ത് ചെയ്യണം, റൈറ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോകണം. ഇനി എന്ത് ചെയ്യണം, ട്രസ്റ്റ് ഡെഫിസിറ്റ്സിനെ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം, കുറയ്ക്കണം അല്ലേ, നമ്മുടെ ടാക്സ് ഡെഫിസിറ്റ്സ് ഒക്കെ ഒന്ന് കുറച്ചെടുക്കണം അല്ലേ. അങ്ങനെയുള്ള കുറേ പെൻഡിങ് റിഫോംസ് ഉണ്ട്, ഒരുപാട് പെൻഡിങ് റിഫോംസ് ഉണ്ട്. അതിനെയൊക്കെ ഒന്ന് റീചെക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് കൂടുതലായിട്ട് നിങ്ങൾ കൊഹസീവായിട്ട് വർക്ക് ചെയ്യുക അല്ലേ. കൊഹസീവ് വർക്ക് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ്ലി അല്ലേ, യൂണിഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യുക, സ്റ്റേറ്റുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുക, ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുക. ടു ലിഫ്റ്റ് ഇന്ത്യസ് എക്കോണമി, മുന്നോട്ട് കൊണ്ടുപോകും, ഇന്ത്യയുടെ എക്കോണമി മുന്നോട്ട് കൊണ്ടുപോകാൻ. ലിഫ്റ്റ് ദോസ് ബിഹൈൻഡ്, ബാക്കിലായി കിടക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരിക. കാരണം ചില സ്റ്റേറ്റുകൾക്ക് ബാക്കിലല്ലേ, അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരിക. ഇൻക്ലൂഡിംഗ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു ആൻ ഓവർഹോൾ ഓഫ് ലാൻഡ് ആൻഡ് ലേബർ മാർക്കറ്റ്സ് ആസ് വെൽ ആസ് ദ അഗ്രേറിയൻ സെക്ടർ. അപ്പോൾ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഓവർഹോൾ ചെയ്യുമ്പോൾ അല്ലേ എന്താ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, യു ഹാവ് ടു റിപ്പയർ. എന്ത് ചെയ്യണം, ലാൻഡ് റിപ്പയർ ചെയ്യുക, ലേബർ മാർക്കറ്റ്സ് റിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ അഗ്രേറിയൻ സെക്ടേഴ്സിനെ റിപ്പയർ ചെയ്തെടുക്കുക അല്ലേ. അതിനൊക്കെ ഒരു മെയിൻ്റെനൻസിൻ്റെ ആവശ്യമുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിന്, ലേബർ മാർക്കറ്റ്സിന് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, ലാൻഡിൻ്റെ കാര്യത്തിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലിമിറ്റ് ചെയ്ത് അങ്ങ് മാറ്റിവിടാതെ ഇതിനെയൊക്കെ കൂടെ റിപ്പയർ ചെയ്യുക. അപ്പോൾ ബേസിൽ നിന്ന് തുടങ്ങണം, ഇല്ലെങ്കിൽ പരിപാടി പാവപ്പെട്ടവർക്ക് അത് ഹെൽപ്പ് ചെയ്ത് വന്നില്ലെങ്കിൽ, നമ്മൾ പറഞ്ഞു ഡിമാൻഡ് കുറയും തോറും നമുക്ക് എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയുന്നത് എന്തുകൊണ്ടാണ്, പാവപ്പെട്ടവർക്ക് കൂടുന്നില്ല, പിന്നെ അവർ ഡിമാൻഡ് അല്ലെ കൺസ്യൂമേഴ്സ് അത് ഡിമാൻഡ് ചെയ്യുമോ, ഇല്ല, ഡിമാൻഡ് ചെയ്യില്ല. അപ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ എക്കണോമിയുടെ ഗ്രോത്ത് കുറയും, അത് മൊത്തത്തിൽ നമ്മളെ ബാധിക്കും. അപ്പോൾ ഇക്കണോമിക് റിവൈവൽ വേണമെങ്കിൽ ബേസിൽ നിന്ന് തുടങ്ങണം. സോ ഇറ്റ്സ് ഒരു വളരെ അനലിറ്റിക്കലായ ആർട്ടിക്കിളാണ്, നമ്മുടെ ഫിനാൻഷ്യൽ ആർട്ടിക്കിൾ ഒരു അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്, ഇൻഫോർമേറ്റീവ് ആസ് വെൽ അല്ലേ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുവാണേ. ഒരുപാട് സമയം ഇന്ന് നമുക്ക് പോയി, ഒരുപാട് ഡിസ്കഷൻ നമ്മൾ നടത്തി. അപ്പോൾ നമുക്ക് എന്തായാലും നിർത്താം അല്ലേ, സമയം കളയണ്ട, നമുക്ക് ക്വസ്റ്റനിലോട്ട് പോകാം. മനസ്സിലാക്കി ഒരു തംസപ്പ് ഇട്ടോ കേട്ടോ. ക്വസ്റ്റനിലോട്ട് പോകാം. ഇന്നലത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു, ദ പൊളിറ്റിക്സ് ഓഫ് ദ കൺട്രി ഈസ് ലാർജ്ലി ലിറ്റിഗേറ്റഡ് അമംഗ് ദിസ് സെഗ്മെന്റ് ആൻഡ് ദ സജഷൻസ് ആൻഡ് ഡിമാൻഡ്സ് ആർ റിസൺ ഓൺ എ റെഗുലർ ബേസിസ്. എന്താ ഇവിടുത്തെ എറർ എന്ന് പറയാമോ? കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്, കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇടുക ആൻഡ് ഗിവ് മി യുവർ ആൻസർ. പെട്ടെന്ന് ആൻസർ തരാമോ? പറയൂ വേഗം പറ, ആൻസർ പറ. പൊളിറ്റിക്സ് ഓഫ് ദ കൺട്രിയുടെ പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ അജണ്ട ഇസ് ലാർജ്ലി ലിറ്റിഗേറ്റഡ്, നിയമപരമായിട്ട് അമംഗ് ദി ഈ സെഗ്മെന്റുകളിലുണ്ട്, സജഷൻസിൽ ആൻഡ് ഡിമാൻഡ്സിലുണ്ട്. പക്ഷേ സജഷൻസ് ആൻഡ് ഡിമാൻഡ്സ് ആർ എന്ത് ചെയ്യുവാണ്, റിസൺ ചെയ്യുകയാണ്, ഉയർത്തുകയാണെന്ന് പറയുന്നത് അല്ലേ, ഉയർത്തുകയാണ്. റൈസ് എന്ത് വേർബാ? ഇൻട്രാൻസിറ്റീവ് വേർബാ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചായിരുന്നു, റൈസ് ഇൻട്രാൻസിറ്റീവ് വേർബാ, അത് പാസീവ് വോയിസ് വരില്ല. റിസൺ വരുമോ? ഇല്ല. റേസ്ഡ്, ഉയർത്തുകയ്ക്ക് റേസ് എന്നാണ് പറയുന്നത്, റേസ് ചെയ്യുക, ഉയർത്തുക. ഫ്ലാഗ് ഇസ് റേസ്ഡ് ആണ്, അല്ലാതെ ഫ്ലാഗ് ഇസ് റിസൺ അല്ല. ഫ്ലാഗ് ഇസ് റേസ്ഡ് അല്ലേ, ഉയരുകയാണ് റൈസ്, ഉയർത്തുക ഇസ് റേസ്ഡ് ആണ്. ഡിഫറൻസ് അതാണ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഒന്ന് ട്രാൻസിറ്റീവ് വേർബ്, മറ്റേത് ഇൻട്രാൻസിറ്റീവ് വേർബ്. കട്ട് ചെയ്ത് കളഞ്ഞ് ഇൻട്രാൻസിറ്റീവ് വേർബ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ, it is up to the courts to act early and act decisive to uphold the spirit of the places of worship, land and preserve communal peace. നോക്കണേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു എറർ ഇവിടെ ഉണ്ട്. എറർ കണ്ടുപിടിക്കുക ആൻഡ് ഗിവ് മി യുവർ ആൻസർ ഇൻ ദ കോമെന്റ് സെക്ഷൻ. അപ്പോൾ നമ്മുടെ യജ്ഞ ബാച്ചിൻ്റെ കാര്യം, ഇംഗ്ലീഷ് പ്രോ ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട. 2 ബാച്ചുകളുണ്ട്. ഇംഗ്ലീഷിന് വീക്ക് ആണെങ്കിൽ ഇംഗ്ലീഷ് പ്രോ ബാച്ചിൽ കൊടുക്കുക, ചേരുക. ബാങ്കിങ് ആസ്പിറന്റ് ആണെങ്കിൽ ഫൗണ്ടേഷൻ ബാച്ചിൽ നമ്മുടെ ബാങ്കിങ്ങിൻ്റെ യജ്ഞ ബാച്ചിൽ ചേരുക. ഓക്കെ, അപ്പോൾ 2 ക്ലാസ്സും തുടങ്ങിയതാണ്, പക്ഷേ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കോഡ് മറക്കണ്ട, Y314.
ഓക്കെ, ഇനി 2 മണിക്ക് നിങ്ങൾക്ക് ബാങ്കിങ് ക്ലാസ്സുകളുണ്ട്. റീമ മിസ്സിന് ഇംഗ്ലീഷ് ക്വസ്റ്റൻസ്, ഗ്രാമർ ക്വസ്റ്റൻസ്. അപ്പോൾ വളരെ ബേസിക് ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് കുറേ മിസ് ഡിസ്കസ് ചെയ്യും, ഉപയോഗിക്കുക. മേക്ക് യൂസ് ഓഫ് ഇറ്റ് 2 മണിക്ക് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മളിനി നാളെ നമ്മുടെ എഡിറ്റോറിയൽ ക്വസ്റ്റ് റെഗുലറായിട്ട് 6 മണിക്കുള്ള നാളെ ഇല്ല, പക്ഷെ നാളെ 5:30 നമ്മുടെ കാവ്യ മിസ്സിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മാത്സിൻ്റെ ഒക്കെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാത്സ് ആൻഡ് റീസണിങ് ആ സമയത്ത് ക്ലാസ് എടുക്കാം. നാളെ ഞാൻ ലീവാണ്. മൺഡേ കാണാം. ഇനി നമുക്ക് മൺഡേ ആയിരിക്കും കാണുന്നത് കേട്ടോ. 8:30 എഡിറ്റോറിയൽ സെഷൻ കാണാം. താങ്ക് യു സോ മച്ച് എവരി വൺ. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടട്ടെ. പരമാവധി പേരിലോട്ട് എത്തിക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ഇറ്റ് ഇഫ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ടേക്ക് കെയർ, ബി സേഫ്, അത് മറക്കണ്ട. അപ്പോൾ 8:30 തിങ്കളാഴ്ച.